ചിലർ ഉണരുന്നതിന് മുൻപ് ഞാൻ ഈ സഭാകൂട്ടിലെത്തി. സ്വതന്ത്രം പറഞ്ഞില്ലല്ലോ. നിങ്ങൾ ചിലർ ഉണരുന്നതിന് മുൻപ് ഞാൻ ഈ സഭാകളിൽ 8 മണിക്കെത്തി. അപ്പൊ നിങ്ങൾ ചിലർ ഉണർന്നിട്ടില്ല. ദൈവദിവസം പരിശുദ്ധാത്മാവിൽ ഞാൻ 2 ദൂതുകൾ ഒരുക്കുകയാണ് വീട്ടിൽ നിന്ന് വന്നതെങ്കിലും പരിശുദ്ധാത്മാവ് ഈ ആലയത്തിൽ വെച്ച് എന്നോട് പറഞ്ഞത് പകരം ഈ വചനം ശുശ്രൂഷിക്കാൻ ആത്മാവിന്റെ നിയോഗത്തിന് കീഴടങ്ങുന്നത് ദൈവദാസന്മാരുടെ പതിവാകിയാണ്. ഞാൻ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ചില കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിച്ച് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ആഗ്രഹിക്കുക. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ഈ വാക്യം വായിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് തോന്നാം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് അടിമകളായിട്ടാണോ എന്ന്. ഒത്തിരി വിശദമായി ചിന്തിക്കാനുള്ള സമയം നമ്മുടെ മുമ്പിലില്ല. വളരെ ചുരുക്കമായിട്ട് പറയും. കുഞ്ഞുങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങൾക്ക് കൂടെ വേണ്ടിയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിവുണ്ട്. ദൈവം ആദിമ ഭൂമിയിലെ നിവാസികൾ മനുഷ്യരായിരുന്നില്ല. എന്നാൽ ദൈവം ആ ഭൂമിയെ മനുഷ്യർക്ക് കൊടുത്തു. മനുഷ്യർക്ക് ദൈവം കൊടുത്തപ്പോൾ ദൈവം അവർക്ക് 2 പ്രമാണങ്ങൾ നൽകി. 1, തോട്ടം സൂക്ഷിക്കണം. 2, വേല ചെയ്യണം. ചെയ്യരുത് എന്ന ഒരു കൽപ്പന കൂടെ ദൈവം അവർക്ക് കൊടുത്തു. ദൈവത്തിൻ്റെ വാക്കിനേക്കാൾ പിശാചിൻ്റെ വാക്ക് വിശ്വസിച്ചത് കൊണ്ട് അവർ കൽപ്പന ലംഘനത്തിലൂടെ പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും രോഗത്തിൻ്റെയും മരണത്തിൻ്റെയും അധീനരായി തീർന്നു. 2 വിധ മരണങ്ങളുണ്ട്. അവിടേക്ക് ഞാൻ പോകുന്നില്ല. പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും രോഗത്തിൻ്റെയും മരണത്തിൻ്റെയും അടിമത്വത്തിലേക്ക് സ്വാതന്ത്ര്യത്തോടെ സൃഷ്ടിക്കപ്പെട്ട ദൈവസാദൃശ്യത്തിലും ദൈവസ്വരൂപത്തിലും സൃഷ്ടിച്ച് ദൈവത്തോടുകൂടെ കൂട്ടായ്മ ആചരിച്ച് ദൈവം ഉണ്ടാക്കിയ സകലത്തെയും അടക്കി വാണ മനുഷ്യൻ അടിമത്വത്തിലേക്ക് വീണുപോയി. ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും ദൈവമക്കൾ തിരിച്ചറിയാതെ പോകുന്ന അഥവാ അറിഞ്ഞിട്ടും അറിയാത്തവരെ പോലെ അതിനെ അവഗണിക്കാൻ കഴിയുന്നത് എൻ്റെ കുഴപ്പം കൊണ്ടൊന്നുമല്ല, ഞാനൊന്നും ചെയ്തിട്ടുമല്ല, ഏതോ ഒരു പിശാച് എവിടോ ഇരുന്ന് ഏതോ ചെയ്തത് കൊണ്ടാണ് ഞാനിതൊക്കെ അനുഭവിക്കുന്നത്. അത് പറയുമ്പോഴാണ് നമുക്ക് വലിയ സന്തോഷം. ദൈവത്തിൻ്റെ കാര്യവും ദൈവത്തിൻ്റെ വചനം പറഞ്ഞ ആളുകൾ സ്വോത്രം പറയത്തില്ല. ഇപ്പൊ സ്വോത്രം പറയിപ്പിക്കാൻ പറ്റിയ സാധനം പിശാച് പോരാട്ടം 10 പ്രാവശ്യം പറയാമെങ്കിൽ ജനമാത്മാവിൽ നൃത്തം ചെയ്യാറുണ്ട്. എനിക്കിന്നും മനസ്സിലാകാത്ത ഒരു മർമ്മമാ. ദൈവം പറഞ്ഞിട്ടും ദൈവവചനം പറഞ്ഞിട്ടും അന്യഭാഷ വരാത്തവർക്ക് പിശാചെന്ന് കേൾക്കുമ്പോൾ എങ്ങനെ അന്യഭാഷ വരുന്നേ? സ്വോത്രം. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചും തറപ്പിച്ചും വചനത്തിലൂടെ പറയാം. ദൈവ പൈതലായി തീർന്നെങ്കിൽ യേശുവിൻ്റെ രക്തത്തിൻ്റെ വില കൊടുത്ത് നിന്നെ വീണ്ടെടുത്തൊരു ദൈവപൈതലാക്കി പിതാവായ ദൈവപുത്രനിലൂടെ തീർത്തെങ്കിൽ നിന്റെ മേൽ ദൈവത്തിനല്ലാതെ ലോകത്തിലാർക്കും അധികാരമില്ല. സ്തോത്രം. അവൻ പിശാചിന് നിന്റെ മേൽ അധികാരമില്ല. എന്നാൽ നിങ്ങൾ ചോദിക്കും, യോബിന്റെ വീടിന്റെ പ്രശ്നം എന്താ പാസ്റ്റർ? അവിടെ എഴുതിയ വാക്യം കൂടെ പഠിച്ചു വേണം തർക്കിക്കാൻ വരാൻ. ദൈവം അനുവദിച്ചു കൊടുത്തു. ദൈവം അനുവദിക്കുമ്പോൾ നിന്നെ തകർക്കാനല്ല, കാര്യം പറഞ്ഞാ കൊടുത്തത് അവനുള്ളത് തരാം. അവനെ തുടരുത്, അവനെ തരാം. പ്രാണനെ തുടരുത്. പരിധി പറഞ്ഞ് അതിരു പറഞ്ഞ് ദൈവം ചിലരെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ അതിന്റെ പിന്നിലും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അപ്പോഴും നീ പിശാചിന്റെ കയ്യിലല്ല, ദൈവത്തിന്റെ കൈകളിലാണ്. പിശാചിനല്ല നമ്മുടെ മേൽ അധികാരം, നമ്മുടെ അപ്പനാണ് നമ്മുടെ മേൽ അധികാരമുള്ളത്. അവന് നമ്മെ ശിക്ഷിക്കാം, അവന് നമ്മെ ശാസിക്കാം, അവൻ നമ്മെ തർജ്ജനം ചെയ്യും, അവൻ നമ്മെ ബുദ്ധിപദേശിക്കും, അവൻ നമ്മെ പ്രബോധിപ്പിക്കും, അവൻ നമ്മെ ബാലശിക്ഷയിലൂടെ നടത്തും.
അങ്ങനെ പാപത്തിനും ശാപത്തിനും രോഗത്തിനും മരണത്തിനും അധീനരായി പോയ മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാൻ അത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ യഹോവയായ ദൈവം ആദമിനെയും ഹവ്വയെയും സാത്താനെയും കൂടെ ഒരുമിച്ച് നിർത്തി ഒരു ദൂത് പറഞ്ഞു. എന്റെ മക്കളെ ചതിച്ച് വഞ്ചിച്ച് വശീകരിച്ച് എന്നിൽ നിന്നകറ്റി തേജസ്സും ബഹുമാനവും നഷ്ടപ്പെട്ട് കൂട്ടായ്മയുടെ ബന്ധം നഷ്ടപ്പെട്ട് അധികാരം നഷ്ടപ്പെട്ട് തോട്ടത്തിൽ പുറത്തേക്ക് പോകുന്ന എന്റെ മക്കളെ നീ ചതിച്ച് വഞ്ചിച്ച് തകർത്തതിന്റെ ഒരു സന്തോഷം നിന്റെ മുഖത്തുണ്ടെങ്കിലും നിന്നോട് ഞാനൊരു ദൂത് പറയുന്നു. എന്റെ മക്കളെ വീണ്ടെടുക്കാൻ ഞാൻ എന്റെ പുത്രനെ ഒരു ദിവസം ഭൂമിയിലേക്ക് അയച്ചു. സ്ത്രീയുടെ സന്തതിയായി അവൻ ലോകത്തിലേക്ക് വരും. ഗലാത്യലേഖനത്തിൽ വായിക്കുന്നു, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിൽ ജനിച്ചവനായി ഈ ഭൂമിയിലേക്ക് അയച്ചു. 2000 പല വർഷങ്ങൾക്ക് മുൻപ് മാനവജാതിയുടെ മുഴുവൻ പാപത്തെയും വഹിച്ചുകൊണ്ട് കാമികദശമന മുതൽ ഗോഗോഥ വരെ അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് അവൻ നമ്മൾക്ക് വേണ്ടി അടിക്കപ്പെട്ടു. അവനൊരു അകർത്യയാഗമായി മാറി. അവനെ തകർത്തു കളയുവാൻ പിതാവിനിഷ്ടം തോന്നി. അവൻ തകർന്നത് പിശാചിന്റെ പദ്ധതിയല്ല. അവൻ തകർന്നത് റോമാ ഗവൺമെന്റിന്റെ പദ്ധതിയല്ല. അവൻ തകർന്നത് യൂദയുടെ പദ്ധതിയല്ല. അവൻ തകർന്നത് അന്ധകാര മണ്ഡലങ്ങളുടെ ശക്തി കൊണ്ടല്ല. അവനെ തകർത്തു കളയാൻ പിതാവിനിഷ്ടം തോന്നി. അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ തങ്ങളുടെ രക്ഷാനായകനെ കർത്താനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമെന്ന് പിതാവിന് തോന്നിയത് കൊണ്ട് എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കുവാൻ അവൻ അതിനു വേണ്ടി സമർപ്പിക്കപ്പെട്ടു. ഹനനയാകും നീ ചോദിച്ചില്ല, ഭോജനയാകും നീ ചോദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. പുസ്തകത്തിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ഒരൊറ്റ ആവശ്യമേ എനിക്കുള്ളൂ, നീ എനിക്കൊരു ശരീരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. ആ തകർക്കപ്പെട്ട ശരീരത്തിന്റെയും ഒഴുകപ്പെട്ട രക്തത്തിന്റെയും ഓർമ്മയാണ് ഈ മേശയിൽ നിന്ന് ഭക്ഷിച്ചു പാനം ചെയ്തത്. ആമേൻ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. നഷ്ടപ്പെട്ട പുത്രത്വത്തിന്റെ പദവി രണ്ടാമതും മടങ്ങി വരികയാണ്. അതിന് ചെയ്യേണ്ടത് എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് യേശു ക്രൂശിൽ മരിച്ചതെന്ന് ഞാൻ വിശ്വസിച്ചിട്ട് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി വാഗൊണ്ട് ഏറ്റുപറഞ്ഞ് സ്വീകരിക്കുമ്പോൾ നഷ്ടപ്പെട്ട പുത്രത്വം മടക്കിത്തരും. കൺവെൻഷന് കൈപൊക്കിയത് കൊണ്ടോ ക്രൂസൈഡിന് കാർഡ് പൂരിപ്പിച്ചു കൊടുത്താലോ രക്ഷിക്കപ്പെടുകയില്ല. വാഗൊണ്ട് എപ്പോൾ വരെ ഏറ്റു പറയുമോ അതുവരെ ഒരു ദൈവവിധലായി മാറുകയില്ല. ആരെങ്കിലും നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ടോ ആരെങ്കിലും ദൂത് പറഞ്ഞത് കൊണ്ട് രക്ഷിക്കപ്പെടുകയില്ല. രക്ഷ വ്യക്തിപരമാണ്. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ഏതൊരു വ്യക്തി വാഗൊണ്ട് ഏറ്റുപറഞ്ഞ് യേശുവിനെ അംഗീകരിക്കുമ്പോഴാണ് അവരൊരു ദൈവവിധലായി മാറുന്നത്. എന്നാൽ ഓർക്കേണ്ട ഒരു സന്തോഷം, ഒരു ശ്രദ്ധേയമായ കാര്യമുണ്ട്. നമ്മുടെ ആളുകൾ വളരെ ലാഘവത്തോടെ, ഞാൻ ഒത്തിരി ആളുകളെ പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് അവർ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അവർ വളരെ ഈസി ആയിട്ട് നടക്കുകയാണ്. സ്തോത്രം, സ്തോത്രം. രക്ഷയുടെ പൂർണ്ണത വെളിപ്പെട്ടിട്ടില്ല. രക്ഷയുടെ പൂർണ്ണത വെളിപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഗൗരവമായി ക്രിസ്ത്യ ജീവിതം നയിക്കണം. ഈ രക്ഷ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ചിലർ സമ്മതിക്കുന്നില്ല, ചിലർ സമ്മതിക്കത്തില്ല. രക്ഷ നഷ്ടപ്പെടത്തില്ല. എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല. ആത്മാവ് വീണ്ടെടുപ്പ് പ്രാപിച്ചതാണെങ്കിൽ ശരീരം കൊണ്ട് എന്തു പാപം ചെയ്താലും രക്ഷ നഷ്ടപ്പെടുകയില്ലെന്ന് ഒരു വല്ലാത്ത ഉപദേശം നമ്മുടെ ഇടയിൽ വ്യാപകമായി പ്രചരിക്കുമ്പോൾ അവൻ വചനം പറയുന്നു, എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ദൈവം അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞുവെന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. ശ്രദ്ധിച്ചു കേൾക്കുക. എബ്രായർ 4:1 അവരെ പോലെ ഒരു സദ്വർത്തമാനം നാം കേട്ടവരാണ്.
ഉപകാരമായി വന്നില്ല. സ്തോത്രം. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുകയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ ഭയപ്പെടുക. അവർ രക്ഷിക്കപ്പെട്ട് ഒരിക്കൽ പേരെഴുതിയത് കൊണ്ട് മായിക്കത്തില്ലെന്നൊന്നും വിചാരിച്ചു കളയരുത്. മോശയോട് ദൈവം പറഞ്ഞു, മോശ ജനത്തിന് വേണ്ടി ഇടിവ് നിൽക്കുമ്പോൾ ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിച്ചു, അങ്ങനെ ഇവരെ ശിക്ഷിക്കാനാണ് തീരുമാനമെങ്കിൽ നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേര് മായിച്ചു കളയണം. മോശയോട് ദൈവം പറഞ്ഞ മറുപടി, നിന്റെ പേര് ഞാൻ മായിക്കത്തില്ല, എന്നോട് പാപം ചെയ്യുന്നവന്റെ പേര് ഞാൻ പുസ്തകത്തിൽ നിന്ന് മായിച്ചു കളയും. വാളകത്തുള്ള ദൈവമക്കളെ, ഒരിക്കൽ പേരെഴുതി പോയത് കൊണ്ട് അവൻ എന്റെ പേരവിടെ ഉണ്ടെന്ന് കരുതി ഇരിക്കരുത്. ഇന്ന് പകരം ഉറപ്പാക്കണം. വിളിയും തിരഞ്ഞെടുപ്പും ഒരിക്കൽ കൂടെ ഉറപ്പാക്കണം. എന്റെ പേരവിടെ ഉണ്ടോ എന്ന് അവൻ ഇന്ന് മുതൽ ഒന്നുകൂടെ ഉറപ്പാക്കുന്ന പകരമായി സഭായോഗം വരട്ടെ. നെഞ്ചത്തോട്ടൊന്ന് കൈവച്ചിട്ട് കണ്ണുറത്തിരിക്കുന്നവർ കൈവച്ചോ നോക്കണ്ട. ഞാൻ ഒന്നുകൂടെ അല്ല ഇതൊന്ന് പാടുക. ഈ പിച്ചും ൃതമൊന്നും നിങ്ങൾ നോക്കണ്ട, എന്നെ ഒന്ന് നോക്കിയാൽ മതി. സ്തോത്രം. ശ്രദ്ധിച്ചോ. എടുത്തുകൊണ്ട് സ്വർഗത്തിൽ പോകാമെന്നാലും കരുതരുത്. എടുത്തനി നല്ലതാണ്. നിങ്ങളുടെ പ്രാഗൽഭ്യമല്ല, അമ്മ ഞങ്ങളുടെ പ്രാഗൽഭ്യമല്ല. നിങ്ങളാ തീരുമാനിക്കേണ്ടത് എടുക്കണോ വേണ്ട. പക്ഷെ എന്തും എടുക്കാതിരുന്നാൽ അത് കുഴപ്പവും. മക്കളെ, ഞാൻ വേഗം മുന്നോട്ട് പോകില്ല. ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് പുത്രത്വം മടക്കി തന്നു. ആ പുത്രത്വത്തിന്റെ പൂർണ്ണത ഇതുവരെ മടക്കി വരാഞ്ഞത് കൊണ്ട്, തരാഞ്ഞത് കൊണ്ട്, ലഭിക്കാഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഈ തുറമാന പ്രാർത്ഥനയും ഉപവാസവും കൂട്ടായ്മയും ആരാധനയും പ്രസംഗവും ഒക്കെ കേൾക്കുന്നത്. എന്താ കാര്യം അറിയാമോ? നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് ഇതുവരെ സംഭവിച്ചിട്ടില്ല. നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം പ്രാപിക്കുവോളം ഈ ശരീരത്തിൽ നാം ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അത്രയൊന്നും ആവേശമില്ല. കർത്താവ് വരെ ഇന്നത്തെ പെന്തക്കോസ്തുകാർക്ക് ഒട്ടുമില്ല. അവരുടെ വീട് പണി എങ്ങനെയെങ്കിലും 3-ാം നിലയോട് ഒന്ന് തീർക്കണമെന്ന, കൊച്ചിനെ കാനഡയിൽ നിന്ന് കൊണ്ടൊന്ന് കെട്ടിച്ചേച്ച് അമേരിക്കയ്ക്ക് ഒന്ന് വിടണമെന്ന, സ്വന്തം പറയാൻ ചില ബുദ്ധിമുട്ടുണ്ട്. അടുത്ത കമ്പനിയുടെ കോയമ്പത്തൂർ ഒരെണ്ണം കൂടെ തുടങ്ങിയാൽ കൊള്ളാവുന്ന സ്വത്രം മിണ്ടുന്നില്ല. പിള്ളേരെല്ലാം ഉള്ളിടത്ത് മാറി മാറി 3 മാസം സഞ്ചരിച്ചു. അന്നേച്ച് സ്വത്രം കാശ്മീട്ടും ഗതാമ്പരിപ്പും ഒക്കെ തിന്നിങ്ങനെ ഇരിക്കാം എന്നൊക്കെ ചില സന്തോഷിക്കുന്നെങ്കിൽ ഓർത്തുകൊള്ളുക, നമ്മുടെ അപ്പച്ചന്മാർക്ക് വലിയ പ്രതീക്ഷ കൂലിപ്പണിക്കാരെ. കൂലിപ്പണി എന്നൊക്കെ പറഞ്ഞ് പാതകക്കാർക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിഞ്ഞുകൂടാ. 12 മണിക്കൂറാ പണി. ഇപ്പോഴത്തെ പണിക്കാർക്കൊക്കെ അറിയാം എത്ര മണിക്കൂറാ പണി, എങ്ങനെയാ പണി. 12 മണിക്കൂർ. 6 മണിക്ക് രാവിലെ ഇറങ്ങി വൈകിട്ട് 6 മണി വരെയാ പണി. അതിന്റെ പേരാ കഠിനാധ്വാനമുണ്ട്. ഇപ്പോഴത്തെ അധ്വാനം ഒന്നും പറയാതിരിക്കുകയാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അങ്ങനെ അധ്വാനിക്കുമ്പോഴും ഒരൊറ്റ കൂട്ടായ്മ ഒരു മുടക്കിയിട്ടില്ല. എനിക്കൊക്കെ നല്ല ഓർമ്മയുണ്ട്. അവൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരു വലിയ കരത്തില് വെള്ളം വെട്ടി തിളച്ച് കിടക്കുക. 12 മണിക്കൂർ ജോലി ചെയ്യുന്നവന്റെ ശരീരവേദന അറിയാവുന്ന ഒരു കൂട്ടായ്മ ഇറക്കകത്തുണ്ട്. അതിനകത്ത് ചില വഴനയിലെയും തൊണ്ടിയിലെയും മിണ്ടുന്നില്ല, പുളിയിലെയൊക്കെ ഇട്ട് നടപ്പിച്ചിട്ടിരിക്കുക. അപ്പുറത്തേക്ക് ഒരു 5-6 പിള്ളേരുള്ളതിനെയൊക്കെ ഏതാണ്ടൊക്കെ ഉടുപ്പിച്ച്
സീറ്റ് റെഡിയാക്കി നിർത്തി. അമ്മയും ഒരുങ്ങി നിൽക്കുക വൈകിട്ടത്തെ യോഗത്തിന് പോകാൻ. അപ്പൻ വരുമ്പോഴേക്കും പരിയമ്പുറം ബാത്ത് അറ്റാച്ചില് പരിയമ്പുറത്തോട്ട് നിന്ന് ആ തോർത്തൊന്ന് മുറുകെ പിടിച്ച്, അപ്പച്ചന്മാർ എൻ്റെ കൂടെ ഉണ്ടോ? ആ തോർത്ത് പിടിച്ചവര് സ്വോത്രം ഹല്ലേലൂയ ഒന്ന് കുളിച്ച് കയറി വരുമ്പോ അമ്മ നടന്നു തുടങ്ങി മക്കളെയും കൊണ്ട്. അവരുടെ ആവേശം മക്കളെ കാനഡയിൽ പോകാൻ വേണ്ടിയല്ല, അമേരിക്കയിൽ പോകാനല്ല, ഓസ്ട്രേലിയയിൽ പോകാനല്ല, വലിയ വീട് കിട്ടാനല്ല, കാർ വാങ്ങാനല്ല, വല്ല വിലയിലും മരിച്ചവരുടെ പുനരുത്ഥാനം പാട്ടുകാരനോട് പിണങ്ങരുത്. ഇവിടെ ചില പാട്ടുകാരൊക്കെ ഉണ്ട്, അവരാരും പിണങ്ങരുത്. അന്നത്തെ പാട്ടും ഇന്നത്തെ പാട്ടും ഒക്കെ നമ്മളൊന്ന് കേൾക്കേണ്ടത് തന്നെയാണ്. ഇവരാരും അങ്ങനെ പാടുന്നതല്ല. പൊതുവിൽ ഞാൻ പറഞ്ഞു, പാട്ടുകാർ പിണങ്ങരുത്, നിങ്ങളോട് മാപ്പ് ചോദിച്ചുകൊണ്ട്. ഇപ്പൊ പാടുന്ന പാട്ട് എന്താന്ന് പാടുന്നവനും അറിയത്തില്ല, കൂടെ പാടുന്ന നമുക്ക് അറിയത്തില്ല. ഈ അടുത്ത കാലത്തൊന്നും പാടിയിരുന്നില്ല, കേട്ടായിരുന്നോ? എന്നാ പറയാനായി, എന്നാ ചെയ്യാൻ? ഒന്നും ചെയ്യാനുമില്ല, ഒന്നും പറയാനില്ല, ഉണ്ടായിരുന്ന പോലെ. അടുത്ത പാട്ട്, എന്റെ പുരയ്ക്കകത്ത് വരാൻ പോരാത്തവനാണ്. നിങ്ങളുടെ കർത്താവ് ഇപ്പൊ എവിടെയാ ഇരിക്കുന്നത്? നിങ്ങളുടെ കർത്താവ് ചോദിച്ചാൽ ഉത്തരവേ പറയാം, വല്ല പാട്ട് കൊടുത്തിട്ട് പാടും. നിങ്ങളുടെ കർത്താവ് ഇപ്പൊ എവിടെയാ? ചിലതൊക്കെ സംശയമായിട്ടിരിക്കുന്നു. മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു എന്റെ ഉള്ളിലിരിക്കുന്നു. എന്റെ ഉറപ്പാ ഞാൻ പറഞ്ഞത്. എന്റെ ഉള്ളിൽ കത്താതിരിക്കുമ്പോൾ ഞാൻ പറയാം, പതിക്കകത്തോട്ട് കയറണ്ട, മിറ്റത്ത് നിന്നൊരു വാക്ക് പറഞ്ഞ് എന്നെ സഹായിച്ച ചെലപ്പൊക്കോളാൻ. ഇതെന്നാണ് വലത്തനാണോ യേശു? ഇന്ന് മുതൽ ആ പാട്ട് ഇവിടെ ആരും പാടരുത്. എവിടെങ്കിലും വെളിവില്ലാത്തവൻ എന്തെങ്കിലും പാട്ടുണ്ടാക്കി വെച്ചാൽ, അവൻ ടൂണിനും ഹൃദത്തിനും താളത്തിനും ഒന്ന് വരി ഉണ്ടാക്കിയാൽ അത് പാടി കേട്ട് അറിഞ്ഞേച്ച് പാടണം. എന്തെങ്കിലും പാടുന്നവരല്ല, വചനത്തിലില്ലാത്തത് പാടരുത്. അവൻ എന്റെ പുരക്കകത്തോട്ട് വരാതെ മുറ്റത്തു നിന്ന് എന്റെ മാമി കാര്യം നടത്തി ഞാൻ ചോദിച്ചത് തന്നേച്ച് പോകാനുള്ളവനല്ല. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്റെ അകത്തിരിക്കുകയാൽ അത് എനിക്ക് വിശ്വസിക്കുന്ന ദൈവമക്കൾ, ആ ഉറപ്പുള്ള ദൈവമക്കൾ, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്റെ ഉള്ളിലിരിക്കുകയാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു രാജ്യത്ത് ചെന്നപ്പോ അവിടുത്തെ സഭയിലെ 9 പാട്ട് വെട്ടി ഉണ്ടെന്നില്ല. ഞാൻ പരസ്യമായിട്ടൊന്നും പറഞ്ഞില്ല. ഞാനവിടെ പാസ്പോർട്ട് പറഞ്ഞു, പാസ് ഇരുത്തി വചന പുസ്തകം എടുത്തു വെച്ച് പാട്ട് പുസ്തകം എടുത്തു വെച്ച് ചോദിച്ചു, ഈ പാട്ട് എങ്ങനെയാണ് നിങ്ങൾ പാടുന്നത് ചോദിച്ചു. ഒടുവിൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, അത്രയൊന്നും ശ്രദ്ധിച്ചില്ല പാസ്റ്റേ, പിള്ളേർ പാടുമ്പോൾ നമ്മൾ വന്നേ ഒരു ശ്രുതമൊക്കെ ഉണ്ട്, ട്യൂണും ഒക്കെ ഉള്ള പാടിപ്പോയത്. ഞാൻ പോരുന്ന ഞായറാഴ്ച സെന്റ് ഓഫ് മീറ്റിങ്ങിന് അദ്ദേഹം പറഞ്ഞു, ഇന്ന് മുതൽ 9 പാട്ട് നമ്മൾ ഈ സഭയിൽ പാടുകയില്ല. എല്ലാവരും കൂടെ ഇത് വാർപ്പിച്ചിരുന്നു പറഞ്ഞു. അദ്ദേഹം നേരിട്ട് പറഞ്ഞില്ലെങ്കിലും നമ്മുടെ സഭയിൽ കഴിഞ്ഞ ഒരാഴ്ചത്തെ ബൈബിൾ ക്ലാസ്സിൽ നമ്മൾ കേട്ടതാ. അതുകൊണ്ട് അങ്ങനെ വെച്ച് വചനം പഠിച്ചപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു, 9 പാട്ട് ഇതുവരെ പാടിക്കൊണ്ടിരുന്ന 9 നമ്മൾ വെട്ടിയിട്ടുണ്ട്. ഇനി ഗായക സംഘം ശ്രദ്ധിക്കണം, എന്നോട് ചോദിച്ചേച്ച് സൺഡേയിലെ പാട്ട് സെലക്ട് ചെയ്യാറുണ്ട്. ഈ പിള്ളേരല്ലേ, അവർക്ക് ഈ കുഴയുന്നതും അറിയുന്നതും എഴയുന്നതും ഒക്കെ പാട്ട്. പണ്ടൊരു പുള്ളി ഇറങ്ങി, എന്നാ ഒരു തന്റെ പേരുണ്ട്, PJ ട്രാവൽ. ഇവന് പാമ്പഴയുന്ന പോലെ മുഴുവൻ സംഘത്തിനും അവനങ്ങ് ഇടയ്ക്കുക, സ്വോത്രം പറഞ്ഞു. അല്ലേ, പിള്ളേർക്ക് അതൊക്കെ ഇഷ്ടമാണ്. ഇന്നലെ പൊട്ടും നല്ല ഇരിക്കണമല്ലേ, പോട്ടെ, അനുഭവം ഉള്ളത് പാടണം. ആരാധന തുടങ്ങുമ്പം ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങണം. പണ്ടൊക്കെ പാടിയ സ്വോത്രഗീതം പാടുക, സ്തുതിപ്പീൻ വന്ദനമേ, അതാ തുടങ്ങേണ്ടത്. ദൈവത്തിന് സ്തുതി. നമ്മളിവിടെ വന്നത് നമ്മുടെ കാര്യം പറയാനല്ലെന്നേ, നമ്മുടെ കാര്യം ചോദിക്കാനുമല്ല വന്നത്. നമ്മെ നടത്തിയ ദൈവത്തിന് നന്ദി പറയാ. 2024 അവസാനം കാണാൻ കഴിയുമെന്ന് നമുക്ക് ചിന്തയില്ലായിരുന്നെങ്കിൽ കഴിഞ്ഞ 11 മാസവും നടത്തി 12ാം മാസത്തിലേക്ക് കൊണ്ടുവന്ന ദൈവത്തിന് നന്ദി പറയാൻ, ശബ്ദം ഉയർത്തി നന്ദി പറയാൻ, ആരോഗ്യത്തിന് കരമടിച്ച് ദൈവത്തിന് സ്തുതി പറയാൻ.
ആത്മാവ് എന്നെ ശുശ്രൂഷ ഏൽപ്പിച്ചത്. അതുകൊണ്ട് ആത്മാവ് പറയുന്നത് അവനാർക്കും കടക്കാരനല്ല. ഈ പുള്ളി ഏത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തെന്ന് എനിക്കറിയില്ല. കർത്താവ് ഏതെങ്കിലും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ നിന്ന് വല്ല ലോൺ എടുത്തിട്ടുണ്ടോ? ഈ പാടുന്നവന്റെ വീട്ടിൽ നിന്ന് വല്ല ലോൺ എടുത്തിട്ടുണ്ടോ? എഴുതി തള്ളാൻ. അവന്റെ അമ്മ കാറ്റിന് കുടുങ്ങി പാസ്പോർട്ട് കൊടുത്തു വെച്ചാ അതിന്റെ കടമാണ് ഈ ബിസിനസ് കാലം. അമ്മ കാറ്റിന് കുടുങ്ങി കൊടുത്തപ്പോ ബിസിനസ് കിട്ടിയെങ്കിൽ മോദിയുടെ അമ്മ എന്നാ കുടുങ്ങി അവിടുത്തെ എനിക്കിതുവരെ പിടികിട്ടിട്ടില്ല. അദാനിയുടെ അംബാനിയുടെ അമ്മ എന്നതാ കുടുങ്ങി. അറമുട്ട കൊടുത്താൽ എത്ര വലിയ കാറും വീട് കിട്ടുമോ? 5 നില വീട്ടിലാവൻ താമസിക്കുന്ന 400 ജോലിക്കാരും കൂടിയല്ല. ഇതാഴ്ച ഒരിക്കൽ ആരെങ്കിലും വന്ന് കലവന്ന് കഴിയുന്നതിന് കടക്കാരനല്ലെന്ന് പറയാൻ എന്റെ ചോദ്യം നിന്നോട്, നിന്റെ കടം നീ വീട്ടിൽ കഴിഞ്ഞോ? സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ അവന്റെ വീണ്ടെടുപ്പിന്റെ വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. അത് ഒരു നാൾ സാധ്യമല്ലെന്ന് ന്യായപ്രമാണം വിധിച്ചു നൽകിയപ്പോ കൃപയുടെ പ്രമാണം ഇറങ്ങി വന്ന് എന്റെ വീണ്ടെടുപ്പിന്റെ വില കൊടുത്ത് ഭൂലോകത്തേക്കാൾ വിലയേറിയ എന്റെ ആത്മാവിന്റെ വീണ്ടെടുപ്പിന്റെ വില കൊടുത്ത് എന്നെ വീണ്ടെടുത്ത ദൈവസ്നേഹമേ, 3 ജന്മങ്ങൾ ഒന്നിച്ചിരി ജനിച്ച് നീ ജീവിച്ചാലും പറഞ്ഞ സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നാലും നിന്റെ കടം വീടത്തില്ല. ആഴ്ച ഒരിക്കൽ വന്നേച്ച് 1.5 മണിക്കൂറിനകത്ത് 3 സ്തോത്രം മുക്കി പറഞ്ഞിട്ട് പോകുമ്പോ എല്ലാം തീർന്നു. അത് തന്നെയാണ് സ്തോത്രം എന്നുള്ളത്. സ്തോത്രം എന്ന് കേൾക്കത്തില്ല, ശൂശൂനെ കേൾക്കത്തുള്ളൂ. അവരുടെ വീട്ടിൽ ചെന്ന കോഴിയെ ഓടിച്ച 3 വീട് അപ്പുറത്ത് കേൾക്കാം. പക്ഷെ സഭാകൊണ്ടിരുന്ന സ്തോത്രം പറഞ്ഞ ശൂശൂനെ കേൾക്കാം. ഇടുന്നില്ല. ഈ അകലം നാളെ ചലിക്കണമെന്നില്ല. ഈ കാലുകൾക്ക് നാളെ നടക്കാൻ ആരോഗ്യം ഉണ്ടാകണമെന്നില്ല. ഈ കൈകൾ നാളെ ചലിക്കണമെന്നില്ല. ഇന്ന് പകലിന്റെ അവസാന ദിവസമാണെങ്കിൽ ഇന്നത്തെ ആരാധനയാണ് അവസാന ആരാധനയെങ്കിൽ ഇന്ന് അവൻ പൂർണ്ണ ബലത്തോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ നിന്റെ ദൈവത്തിന് മഹത്വം കൊടുക്കുക. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കൂടെ ബൈബിൾ കോളേജിൽ പഠിച്ച എൻ്റെ ഒരു സ്നേഹിതൻ കഴിഞ്ഞ ദിവസം തന്നെ സഭയിൽ ഒരു ശുശ്രൂഷയിൽ വിളിച്ചത്. സെൻറ്ററിൻ്റെ പുതിയതാണ്. അപ്പോൾ എന്നോട് പറഞ്ഞിടൂ, ഞാൻ ഒരു ചെറിയ സഭയിൽ ഇരിക്കുക, താനൊന്ന് വരണം. ഒത്തിരി നാളുകൊണ്ട് തന്നെ ഒന്ന് വിളിക്കണം എന്ന് ആഗ്രഹിച്ചിരിക്കുക. താൻ ഒരു ദിവസം വന്നാൽ ശരിയാകുന്നില്ല, അതുകൊണ്ട് 3 ദിവസത്തേക്ക് പോലെ രാവിലെ ഇതുപോലെ 8:30 ഞാൻ ചെന്നു. എറണാകുളത്ത് പത്തനാപുരത്ത് 8:30 ചെന്നു. എൻ്റെ സ്കൂളിൽ നിന്ന് പിള്ളേർക്കൊക്കെ അറിയാം, വീട്ടിൽ നിന്ന് ഇവിടെ വരെ 8 മണിയാവുള്ളൂ. ആരും കൊണ്ടുപോലും ഈ ശനിയാഴ്ച വരെ ഇവർക്ക് കുഴപ്പമില്ല. ഈ ശനിയാഴ്ച രാത്രി ഇവർക്ക് ഉറക്കമൂടി കൊടുത്താൽ പിള്ളേരെ കിടത്തുന്നു. അതുകൊണ്ട് അവർ എഴുന്നേക്കാൻ താമസിക്കുന്ന ചില അധ്യാപകർ ഉറക്കമൂടി കഴിച്ചിട്ട് കിടക്കുന്നത്. പത്രം പറയാത്തവർക്കായിട്ട് വളരെ അതിരാവിലെ 8:45 എഴുന്നേക്കുന്ന ആളുകൾ നമ്മുടെ സഭായത്തിൽ ഇരിപ്പുണ്ട്. അവരെ ഓർത്ത് കേൾക്കാതെ അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു നല്ല കാപ്പി ഇട്ടോളൂ. കാപ്പിയാണ് ഇഷ്ടം. കാപ്പി വല്ലപ്പോഴും ഇരുന്ന് കുടിക്കും. കാപ്പി ചായ നിർബന്ധമൊന്നുമില്ല. അതിനോട് ചോദിച്ചൊരു എന്തോ കുടിക്കുന്നത്, നല്ല കാപ്പി കിട്ടിയാൽ കുടിക്കാന്ന് പറഞ്ഞു. സ്ട്രോങ് ആയിട്ട് വേണമെന്ന് പറഞ്ഞു. കാപ്പി ഇട്ടുണ്ടെന്നപ്പോൾ അദ്ദേഹം വന്നപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വിടും. പിന്നെ തൻ്റെ ശരീരസ്ഥിതിയൊക്കെ എനിക്കറിയാം, അതുകൊണ്ട് താൻ പതുക്കെ സംസാരിച്ചാൽ മതി, മൈക്കൊക്കെ ഉണ്ട്, ഒത്തിരി ശബ്ദമൊന്നും ഉയർത്തി പ്രസംഗിക്കരുത് എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം സമയമൊക്കെ പറഞ്ഞ് എന്നെ നിർത്തി 11 മണിയായപ്പോൾ മൈക്കയിലോട്ട് വന്നു. ഒരു 1.5 വരെ പൊക്കോട്ടെ, 2000 കുഴപ്പമൊന്നുമില്ലൂ. ഇന്ന് വളരെ അപൂർവമായിട്ട് കിട്ടുന്ന അവസരങ്ങൾ അങ്ങനെയൊക്കെ. ഞാനൊരു 2 മണിയായപ്പോൾ വണ്ടി ചവിട്ടി നിർത്തി. മെസ്സേജ് തീർന്നിട്ടല്ല, വൈകിട്ട് ബാക്കി പറയാമോ. അപ്പോൾ വണ്ടി അവിടെ നിർത്തി താഴോട്ട് വന്നപ്പോൾ ഈ മനുഷ്യനെ കൊല്ലാൻ നിൽക്കുക. തന്നോട് ഞാൻ രാവിലെ എന്നാടോ പറഞ്ഞില്ല. ഞാൻ വിചാരിച്ചു എന്നാ സംഭവിച്ചത് എനിക്ക് ഒരു പിടുത്തമില്ല, പ്രസംഗത്തിൽ വല്ല കുഴപ്പവും പറ്റിയാന്ന് വിചാരിച്ചാൽ ഞാൻ ഇരിക്കുന്നത്. തന്നോട് ഞാൻ പറഞ്ഞതാ തൻ്റെ ആരോഗ്യം നോക്കി പ്രസംഗിക്കാൻ മതി. ഇവിടെ കിടന്ന് ചത്തുപോയാൽ ഞാൻ കൊലപാതകത്തിന് ഉത്തരം പറയണോ. അവിടെ എനിക്ക് കാര്യം കൂടി കിട്ടി.
3 ഓപ്പൺ ഹാർട്ട് സർജറി വെല്ലൂർ മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ് മരിച്ചെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞൊരു പുള്ളി ആ പ്രസംഗിക്കുന്ന ആ പുള്ളിക്കറിയാം. അപ്പൊ അവിടെ നിന്നാണ് കിടന്നില്ല അത്ത ഉയർത്തി ആട്ടുകാൻ അടിച്ചു പോയെങ്കിൽ ഈ പുള്ളിക്കാരൻ വെട്ടിമാനോട് കൊണ്ട പത്രാവരത്ത് ആക്കണ്ടേ, അത് ഓർത്ത് പുള്ളി പേടിച്ച് പറഞ്ഞു പോയതാ. ഞാൻ പറഞ്ഞടോ, ഞാൻ ഇന്ന് പ്രസംഗിക്കുമ്പോ ഇതെന്റെ അവസാനത്തെ പ്രസംഗമാണെന്ന് പറഞ്ഞ പ്രസംഗിക്കുന്നത്. അടുത്ത ദിവസം ഇന്ന് വൈകിട്ട് പ്രസംഗിക്കാമെന്ന് എനിക്ക് ഉറപ്പില്ല, നാളെ പ്രസംഗിക്കാമെന്ന് എനിക്ക് ഉറപ്പില്ല. എന്റെ കാലഗതികൾ ദൈവത്തിന്റെ കയ്യിലാണ്, എന്റെ ആയുസ് അവന്റെ കയ്യിലാണെങ്കിൽ ഈ ആരാധനയിലാണ് ഈ ദൈവത്തിന് മുഴുവൻ ഇന്നുള്ളത് മാത്രമേ നമുക്കുള്ളൂ. നാളെ എന്നുള്ളത് നമ്മുടെ കർത്താവിനുള്ളതാണ്. ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടക്കുവോളം, അതുകൊണ്ട് പത്രോസ് പറഞ്ഞ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഞാൻ നിങ്ങളെ ഓർപ്പിച്ച് വാളം സർക്കാരെ, ഇത് നിങ്ങൾ കേൾക്കാത്ത പ്രസംഗമാണ്. ഞങ്ങളെക്കാട്ടിലൊക്കെ എന്തോ ഭയങ്കര പ്രസംഗങ്ങളാണ് നിങ്ങൾ കേട്ടിരിക്കുന്നത്, ഇന്റർനാഷണൽ തന്നെ. അപ്പോഴാണ് നമ്മുടെ പ്രസംഗം സൂത്രം. പക്ഷേ അവര് പ്രസംഗിച്ചേച്ച് പോയി നിങ്ങൾ മറന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഓർപ്പിച്ചുണർത്തുകയാണ് നമ്മളെ. ആമി ഓർപ്പിച്ചുണർത്തുക. ഗലാത്യലേഖനത്തിലേക്ക് പോകാൻ എനിക്ക് സമയമില്ല, അതിന്റെ മുഖവരെയൊക്കെ ഞാൻ അങ്ങോട്ട് കട്ട്ഷോട്ട് ചെയ്തിട്ട് വിഷയത്തിലേക്കൊന്ന് വരികയാണ്. അപ്പൊ ഓർപ്പിച്ചുണർത്തുന്നത് പുത്രത്വം പ്രാപിക്കുവോളം നമ്മൾ വളരെ ശ്രദ്ധയോടെ ജീവിക്കണം. പൗലോസ് ഗലാത്യ സഭയിലുണ്ടായ ചില പ്രതിസന്ധികൾ, ചില നുഴഞ്ഞു കയറിയ ചില ദുരുപദേശങ്ങൾ, ഇന്നലകളിൽ അവരായിരുന്ന മതത്തിന്റെ ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഇതിനകത്തേക്ക് വലിച്ചു കൊണ്ടുവരാൻ ചിലരൊക്കെ ആഗ്രഹിച്ചു. നമ്മുടെ ഇടയിലുണ്ട്. സ്വന്തം കന്യമുലയ്ക്ക് കല്ലിടുക, 28 കെട്ടുക, സ്വർണം തേനിൽ ചാലിച്ചു കൊടുക്കുക, കിട്ടുന്നില്ല പാല് കാച്ചുക, വാസ്തുശാസ്ത്രമനുസരിച്ച് വീടും. ഞാൻ അമേരിക്കയിൽ നിന്നാണ് കൊണ്ടെന്ന് പറയുന്ന പോലെ അവസ്ഥയിരിക്കുന്നത്. സ്വത്രം പറഞ്ഞില്ല. വീട് പണിയുമ്പോൾ പിശാചിനൊരു വീതിയും കൂടെ പറഞ്ഞു. പുള്ളിക്ക് പോകാൻ സ്ഥലം വേണ്ടേ? കേട്ടിട്ടില്ല, ഇതൊന്നും എടുക്കണം. പിശാച് വീതി. ദൈവത്തിന് സ്വത്രം. ആമേൻ. വിടുന്നില്ല. ആമേൻ. പെന്തക്കോസ്ത് വന്ന് കൊട്ടു തുടങ്ങിയിട്ട് കൊല്ലം 40 ഞങ്ങളുടെ അമ്മച്ചി ക്ഷമിക്കണം, 100 കൊല്ലം ആയുസ് ജീവിച്ചിരിക്കുക. എന്റെ അമ്മ പുറകെ ഉണ്ട്, 98 കഴിഞ്ഞ് 99 പുറകെ ഉണ്ട് അമ്മച്ചിയുടെ കൂടെ. പുള്ളിക്കാരത്തി വിസ കാത്തിരിക്കുക. പറഞ്ഞ അടുത്ത കാലത്തൊന്നും വരികയാണ്. സ്വത്രം പറഞ്ഞില്ല. ആമേൻ. സ്വത്രം ശ്രദ്ധിച്ചോ ദൈവമക്കളെ. ആമേൻ. നാം വിട്ടുപോകുന്ന പലതും നാം അറിഞ്ഞോ അറിയാതെയോ എങ്ങനെയൊക്കെയോ മുഴഞ്ഞിതിനകത്ത് കയറി. അത് കണ്ടേറ്റ് സമയമില്ല എല്ലാം കൂടെ പറയാൻ. എന്നിട്ട് അവർക്ക് ചില പ്രത്യേക ദിവസങ്ങളുണ്ട്. പണ്ടൊക്കെ നമുക്ക് അപ്പന്റെ അടിയന്തരം ഒന്നുമില്ലായിരുന്നു. അന്ന് പ്രാർത്ഥന, ഓർമ്മയും പൂവും ചക്കോട്ടെ പോക്കൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ഫേസ്ബുക്കിൽ അപ്പൻ തെളിഞ്ഞു വരും. വിട്ടുപിരിഞ്ഞിട്ട് 2-ാം വർഷം റോസാപ്പൂവിന്റെ ഇടയ്ക്ക് പഴയ അപ്പച്ചൻ പൊങ്ങി വരുന്നു പെന്തക്കോസ്തുകാരന്റെ. എന്നാ പിന്നെ ഒരു പ്രാർത്ഥനയുടെ വെച്ച് രൂപക്കുറ്റി ഇവിടെ വീശിയ പോരാനോട് അറിയാച്ച. സ്വത്രം പറഞ്ഞില്ല. അപ്പൻ ഇപ്പൊ എഴുന്നേറ്റ് വന്നിരിക്കുക. സ്വത്രം. എന്നെ വിട്ടുപോയിട്ട് സ്വത്രം പറഞ്ഞില്ല. എല്ലാവരും വിട്ടുപോകും. എല്ലാരും പോകണം. മണ്ണാകും ഒരു ദിവസം നാം ഇവിടുന്ന് പോകും. മേഘം പൊങ്ങി കാണുന്നേ നിത്യകൂടാരത്തിൽ ചേരാനായി. മേഘം പൊങ്ങി കാണുന്നേ നിത്യകൂടാരത്തിൽ ചേരാനായി. നമുക്ക് പ്രത്യാശയുണ്ട്. പഴയ പാട്ടൊക്കെ മറന്നുപോയി. പഴയ സന്തോഷം. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് പ്രത്യാശ ഉണർത്തുന്ന പാട്ട് നമുക്ക് ഓടിവിടുന്ന പാട്ട്. മേഘം മുങ്ങി കാണുന്നു. കാണുന്നുണ്ടോ? ഈ പാട്ട് ഉമ്മ കൊടുക്കാനേ ഇതൊക്കെ മനസ്സിലായില്ലേ? ഉമ്മ കൊടുക്കാൻ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഈ പാട്ട് പാടിക്കൊണ്ട് ഉമ്മ കൊടുക്കണം. മാത്രം നല്ലപോലെ ഉമ്മ കൊടുക്കണം. പോകരുത്. 2 മിനിറ്റ് ഒന്ന് പിടിച്ച് നിന്ന് ഒരു നല്ല ഉമ്മ കൊടുത്തിട്ട് പോകണം. പിന്നെ ചത്ത് കഴിഞ്ഞ് ഉമ്മ കൊടുക്കാൻ സമയം കിട്ടുകയല്ലെങ്കിലും
പേടിക്കട്ടെ, ഇപ്പൊ കൊടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ പിന്നെ ടിഷ്യൂ ഒക്കെ വെച്ച് ഉമ്മ കൊടുത്ത എന്തോ ഒരു കട്ടപ്പാടാ. ഒരു ഉമ്മ കൊടുക്കാൻ നമ്മൾ ലൈവ് ഉണ്ട്, അതുകൊണ്ട് ടിഷ്യൂ വെച്ച് കൊടുക്കുക. ഈ പാലപ്പഞ്ഞുക്ക് വെക്കുന്ന എന്തോ ഒരു കട്ടപ്പാടാ. ജീവിച്ചിരിക്കുമ്പം കൊടുക്കച്ചാ. പക്ഷേ പിള്ളേരെ, അമ്മമാർക്കൊക്കെ ഇടക്കിടക്ക് ഓരോ ഉമ്മ പിടിച്ച് കൊടുക്കണം, അപ്പന്മാർക്കൊക്കെ ഓരോ ഉമ്മ പിടിച്ച് കൊടുക്കണം, മക്കൾക്കൊക്കെ ഇടക്കിടക്ക് ഓരോ ഉമ്മ പിടിച്ച് കൊടുക്കണം. അവരെ മരിച്ചു കഴിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ലെന്ന്. ജീവിച്ചിരിക്കുമ്പോൾ ആ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്, ജീവിച്ചിരിക്കുമ്പോൾ ആ സ്നേഹിക്കേണ്ടത്, ജീവിച്ചിരിക്കുമ്പോൾ ആ സ്നേഹിക്കേണ്ടത്. ഞാൻ മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ വന്നതല്ല, നിങ്ങളുടെ പ്രത്യാശ കൊണ്ട് അങ്ങോട്ട് കൊണ്ടുവന്നത്. ശ്രദ്ധിക്കുകയോ മക്കളെ, ശ്രദ്ധിക്കുകയോ മക്കളെ. ആമേൻ. നിങ്ങൾ ചില ദിവസങ്ങളും കാലങ്ങളും ഒക്കെ ആചരിക്കുന്നു. ബർത്ത്ഡേ, അങ്ങനെ ഡേ ഉണ്ടോ? നിങ്ങൾ ജനിച്ച സമയം കൃത്യമായിട്ട് നിങ്ങൾക്ക് പറയാൻ എത്ര പേർക്ക് അറിയാം? അവിടുന്ന് നേഴ്സ് വന്ന് പറഞ്ഞ സമയത്തേ അറിയാവുള്ളൂ. നമുക്ക് സമയം അറിയത്തില്ല, ദിവസമേ അറിയത്തുള്ളൂ. അത് ബർത്ത്ഡേ അല്ല, എർത്ത് ഡേ. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ജനിച്ചപ്പോഴാണ് ബർത്ത്ഡേ ആയത്. പക്ഷെ അന്ന് ലോകത്തിലേക്ക് വന്ന ദിവസത്തിന് ബർത്ത്ഡേ അല്ല, എർത്ത് ഡേ ആണ്. ഇനിയിപ്പോ ബർത്ത്ഡേ എന്നുള്ളവര് എർത്ത് ഡേ ആയിക്കോളൂ. സ്വന്തം അന്നൊരു ബലൂണും ഒരു പായസവും ഒരു കേക്കും, അന്ന് അൽഫാമും കുഴിമന്തി, പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു പ്രാർത്ഥന. സ്വന്തം പറയുന്നത് തെറ്റൊന്നുമല്ല, സ്വന്തം പറയുന്നത് തെറ്റൊന്നുമല്ല. ഒരു ദിവസം കൂടെ തന്നെങ്കിൽ നന്ദി പറഞ്ഞു വരുമ്പോൾ ദൈവമൊക്കെ ബിരിയാണി കൊടുത്ത് ഒരു കുഴപ്പമില്ല. പക്ഷേ ഇത് ആഘോഷമാക്കരുത്. നിങ്ങൾ ദിവസങ്ങളും കാലങ്ങളും മാസങ്ങളും ഒക്കെ ആചരിക്കാൻ തുടങ്ങിയത് കേൾക്കുന്നല്ലോ രാത്രി. എന്നിട്ട് അവരോട് പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇന്നെങ്ങാനും കാമ്പഞ്ഞിയും പാസ്റ്റായിട്ട് വിളിച്ചു പറയുന്നെങ്കിൽ ഇന്ന് വൈകിട്ട് വെട്ടിക്കെട്ടും. ഉറപ്പ്. ചക്കരയാ, തേന, പാലാലോ ഇതുപോലെ ദൈവദാസൻ എന്നാ നീട്ടെന്നറിയാമോ? ചില കഴിയുമ്പോൾ ഞാൻ പറയാം, സ്വതന്ത്രം പറഞ്ഞില്ല. അവര് പറയും, പൗലോസ് വിളിച്ച പോലെ വിളിക്കണം. എല്ലാത്തിനും തൊള്ളത്ത് നിങ്ങളുടെ പേര് ചേർത്താൽ മതി, സ്ഥലപ്പേര്. സ്വതന്ത്രം. യേശുക്രിസ്തുവിനെ മരിച്ചവനായി നിങ്ങളുടെ മുമ്പിൽ ക്രൂശിക്കപ്പെട്ടവനായി വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ സുന്ദരം ചെയ്തു മയക്കിയത്. ഇപ്പോഴോ അവൻ നിങ്ങളെ അറിഞ്ഞും, വിശേഷ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ ബലഹീനവും ദരിദ്രവുമായ ആദി പാഠങ്ങളിലേക്ക് നിങ്ങൾ പിന്നെയും തിരിഞ്ഞ് അതിന് അടിമപ്പെടുന്നതെന്ന്. ഇന്ന് വചനത്തിന് വിരുദ്ധമായ വല്ല നടപടിക്രമങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിന്റെ ജീവിതത്തിൽ, കുടുംബത്തിൽ, തലമുറയിൽ ഉണ്ടെങ്കിൽ ഇന്ന് പകൽ നീ അറിഞ്ഞോ അറിയാതെയോ അടിമത്വത്തിലേക്ക് മടങ്ങി പോകുകയാണ്. അവൻ നമ്മെ സ്വതന്ത്രരാക്കിയതാണ്. സ്വാതന്ത്ര്യത്തിന് പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാണ്. അങ്ങനെ അവരുടെ മുന്നറിയിപ്പ് കൊടുക്കുകയും പറഞ്ഞുവില്ല. അവരോട് പറയുന്ന വാക്കാണ്, നിങ്ങൾ അടിമ മുഖത്തിൽ പിന്നെ ഒരിക്കൽ കുടുങ്ങിയവരാ, അവിടുന്ന് നിങ്ങളെ കൊണ്ടുവന്നത്. ഇനിയും ആ പഴയ അടിമ മുഖത്തിൽ കുടുങ്ങരുത്. കുടുങ്ങുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഈസി അല്ല കുടുക്കാൻ. ചില സമയമെടുക്കും. അത് ചതിവിലൂടെ, വഞ്ചനയിലൂടെ, വശീകരണത്തിലൂടെയാണ് കുടുങ്ങിപ്പോകുന്നത്. ഇന്ന് പകൽ ആമേശ്വരം കുഴപ്പമില്ലെന്ന്, സാരമില്ലെന്ന്, അതൊന്ന് ചെയ്തത് കൊണ്ട്, അതൊന്ന് കണ്ടത് കൊണ്ട്, അതൊന്ന് കേട്ടത് കൊണ്ട്, അതൊന്ന് പറഞ്ഞത് കൊണ്ട്, അതൊന്ന് ചെയ്തത് കൊണ്ട്, അതൊന്ന് കുടിച്ചത് കൊണ്ട്, അതൊന്ന് തിന്നത് കൊണ്ട് ഒരു കുഴപ്പവും വരത്തില്ല. അങ്ങനെയൊക്കെ നോക്കിയാൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നവരോട് ഈ പകൽ ആത്മാവിൽ ദൂത് പറയുക. മുഖത്തിൽ ഈ 9 ദിവസങ്ങളിൽ കൊണ്ട് പ്രാപിച്ച ദൈവകൃപ, അഭിഷേകം പ്രാപിച്ച കുഞ്ഞുങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയിൽ അന്യഭാഷ പറഞ്ഞേച്ച് ഇനിയും മിണ്ടാതിരിക്കാനല്ല, ഇത് നിലനിർത്തിക്കൊണ്ടുപോകണം, നിലനിർത്തണം. ആവേശം നമുക്ക് നല്ലതാ, ആമേൻ ലഭിച്ചത് നല്ലതാ. ഇത് നിലനിർത്തിക്കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വമുണ്ട്. നിന്നിൽ പകർന്ന അഭിഷേകം, നിന്നിൽ പകർന്ന ദൈവശക്തി
നമ്മുടെ മേൽ മടങ്ങി വരുന്ന 3 മുഖങ്ങളെ കുറിച്ച് പറഞ്ഞ് വേഗം വാക്കുകൾ അവസാനിപ്പിക്കാം. ആമേൻ. ഒന്നാമത്തെ മുഖം, രക്ഷിക്കപ്പെട്ടവർ, സ്നാനപ്പെട്ടവർ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ, 9 ദിവസം ദൈവത്തിന്റെ ആത്മശക്തി പ്രാപിച്ചവരോട് ഞാൻ പ്രസംഗിക്കുന്നത്. അവൻ ഉറച്ചു നിന്നില്ലെങ്കിൽ ഈ പ്രാർത്ഥന, ഉപവാസവും ആരാധനയും കർത്തൃമേശയും കഞ്ഞിയും ഒക്കെ കഴിഞ്ഞേച്ച് പോയി കഴിഞ്ഞ് പിന്നെ പിള്ളേർ കൊണ്ട് പറയില്ല, മക്കളെല്ലടാ വർത്താനം പറയടാ, ഇതിന് മാത്രം അതെന്തോ കാര്യമായിട്ട് മറ്റെന്തോ 3 പറയുന്നുണ്ട്. അവരെ ശ്രദ്ധിക്കണം, എന്തോ കാര്യമായിട്ട് 3 പറയാറുണ്ട്. കേട്ടേ പോകാം, കൂടി പിള്ളേർക്ക് ഇവിടെ സഭായത്തിരിക്കും കൂതുകൾ കിട്ടും. അവിടെ 2 ഭയങ്കര കൂത് പറഞ്ഞായിരുന്നു, കണ്ണു മുഴപ്പിച്ചോണ്ട് അവന്മാർ ഒരുത്തരങ്ങ് പോയി. അവന്റെ കൂത് കഴിഞ്ഞാൽ അവൻ പോയി, അവന്റെ കൂത് കഴിഞ്ഞാൽ ഇരിക്കത്തില്ല. സ്വന്തം പറഞ്ഞത് അങ്ങനെ ചിലർ വലിയവരും ചെറിയവരും അവന്റെ കൂത് കിട്ടിക്കഴിഞ്ഞാൽ ഇരിക്കത്തില്ല. എനിക്ക് നിങ്ങളെക്കാൾ ഈ പിള്ളേർ ഇവരുടെ അടുത്ത പ്രസംഗിക്കുന്നത് അതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ വന്നേക്കും. ശ്രദ്ധിച്ചിരിക്കണം, ശ്രദ്ധിക്കൂല മക്കളെ. ഉറച്ചു നിന്നില്ലെങ്കിൽ പോയ പുള്ളി തിരിച്ചു വരും. ഒന്നാമത്തെ മടങ്ങി വരുന്ന മുഖം, വിലാപങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 14. നിങ്ങൾ എടുത്ത് വായിച്ചൊക്കെ വരുമ്പോഴത്തെ നേരം വൈകും. ഞാൻ പറഞ്ഞു വിടാൻ കേട്ടു കുറിച്ചു. വിലാപങ്ങൾ 1:14. എന്റെ അതിക്രമങ്ങളുടെ മുഖം അവൻ വൃദ്ധദാസൊന്ന് വായിച്ചേതായാലും എന്റെ അപ്പുറത്തുകാരന്റെ ഹിന്ദുവിന്റെ മുസൽമാന്റെ അറബിയുടെ ഒന്നുമല്ല. എന്റെ അതിക്രമങ്ങളുടെ മുഖം, പിശാചല്ല, ദൈവം തമ്പുരാൻ എന്റെ കഴുത്തിൽ പുണച്ചു വെക്കുകയാണ്. കാളവണ്ടി കണ്ടിട്ടുള്ളവരെന്ന് കൈമുക്കി സമയമില്ലാത്ത സമയത്ത് എനിക്ക് എളുപ്പം പൊക്കണം. കാളവണ്ടി കാളവണ്ടി കണ്ടിട്ടുണ്ട്. ഈ എന്റെ മാമന് കാളവണ്ടി ഉണ്ടായിരുന്നു, അയലോക്കത്തിൽ കാളവണ്ടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ കാളവണ്ടിയെ കുറിച്ച് എല്ലാ കാര്യവും എനിക്കറിയാം. ഞാൻ ഇടയ്ക്ക് മാവൻ ഒരു വഴിക്ക് എന്നെ കൂടെ കൊണ്ടുപോയി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കാളവണ്ടി കുടിക്കാൻ. മാവൻ തരത്തില്ല. മാവൻ മൂത്രം ഒഴിക്കാൻ ഇറങ്ങി പോയപ്പോ ഞാൻ അങ്ങോട്ട് കയറി എന്ന് വെച്ചു. കാള ജീവനിൽ കൊണ്ട് ഓട്ടം തുടങ്ങി. പുതിയ ഒരു ഡ്രൈവർ, കാളയ്ക്ക് ഒരു പിടുത്തവുമില്ല. പക്ഷേ ചാട്ടയും ശബ്ദവും കേട്ടപ്പോ അത് പേടിച്ചിട്ട് കാള ഓട്ടോ. എന്റെ മാവൻ പെട്ട പാടിപ്പോഴും ഞാൻ ഓർത്തു, എങ്ങനോ ഓടി വന്ന് ചാടി കയറി പിടിച്ചവനെ നിർത്തി. അല്ലെങ്കിൽ എവിടെ കൂടെ പോവായിരുന്നു. അങ്ങനെ കാളവണ്ടിയെ കുറിച്ച് അറിയാം. ഈ കാള ഉടമസ്ഥനെ തൊഴുത്തിൽ ചെന്നവനെ കെട്ടടിച്ചു വിട്ട് മുമ്പിലൊക്കെ നടന്നാൽ മതി. എന്നിട്ട് ഈ കാളയുടെ വണ്ടിക്ക് ഒരു കാണിയുണ്ട്. ഇതേ ഇങ്ങനെ പൊക്കി പിടിക്കുമ്പോ ഇപ്പം വന്ന് കയറുന്നത് അനുസരണയാണ്. അങ്ങനെ കയറിയാൽ മാത്രം പോരാച്ച. ഇവിടെ ഒരു കുറ്റിയുണ്ട്, കുറ്റി എന്നൊരു കയറുണ്ട്. അത് കഴുത്തെ കുടർത്തി കുറ്റിയെ തിരിച്ചിടും, അവിടെ കിടക്കും. അതാ അമിക്കയർ. സ്വത്രം വരുന്നുണ്ട് നമ്മുടെ അമിക്കയർ. സ്വത്രം അതാണ് അമിക്കയർ, മുഖത്തിന്റെ അമിക്കയർ. ഇനിയും മുഖം ഒടിയാതെ ഇവൻ പുറത്തു വരത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? അടിമ മുഖത്തിൽ വീണ്ടും കുടുങ്ങരുത്. നിന്നെ കുടുക്കാനുള്ള തന്ത്രങ്ങളുമായി, അവന്റെ ആമനാഴിയിലെ മുഴുവൻ ആയുധങ്ങളുമായി പിശാച് നിനക്കെതിരെ ഇന്ന് പകൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഇന്ന് പകൽ ആത്മാവിൽ പറയണം, പിശാചേ, ഈ ദിവസങ്ങളിൽ ഞാൻ പ്രാപിച്ച ദൈവകൃപ, ഞാൻ കേട്ട വചനം, ഞാൻ പ്രാപിച്ച അഭിഷേകത്തിന്റെ ശക്തിയോ നിന്റെ തന്ത്രങ്ങളെ ജയിക്കാം. അതിക്രമങ്ങളുടെ മുഖം അവൻ സ്വന്തം കൈ കൊണ്ട് പിണച്ചെന്റെ കെട്ടി വെച്ചു. അതുകൊണ്ട് കുഴപ്പം എന്നാ പറ്റിയെന്ന് കേട്ടേ. അയാൾക്ക് ചേർന്ന് പാട്, ഓരോ കൈ അടിച്ചു പാട് എന്നൊക്കെ പറയുമ്പോൾ ഇവൻ അനങ്ങാത്തതിന്റെ കാര്യം പിടികിട്ടിയില്ലേ? പിടികിട്ടിയോ? ശക്തി പോയെന്ന്. ഈ അതിക്രമത്തിന്റെ മുഖം. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, അതിക്രമത്തിൽ ജീവിക്കുന്ന ഒരുത്തരും ശക്തി പ്രാപിക്കുകയില്ലെന്ന്. അപ്പൊ ഇന്നലെ പ്രാപിച്ചത് ഉണ്ടായിരുന്നു, അത് ഈ അതിക്രമം ചെയ്തതോടുകൂടി അതത് പോയി. ശക്തി പിശാച് ശയിപ്പിച്ചതല്ല. അപ്പുറത്തുകാരൻ കൂടോത്രം ചെയ്തപ്പോഴും ഇപ്പുറത്തുകാരൻ മെഴുകുതിരി കത്തിച്ചപ്പോഴും അപ്പുറത്തെ ചക്രത്തുകാവിയെന്നും മലയാളപ്പുഴയെന്നും പന്നിക്കാവിയെന്നും മണ്ണാട്ടുമെന്നും തിരുപ്പതിയെന്നും വന്ന പുള്ളികൾ ഒന്നും ചെയ്തതല്ല. അവരൊക്കെ അവരുടെ പണി നോക്കിക്കോട്ടെ. ഇത് ചെയ്തത് ദൈവം പറഞ്ഞു, ഞാൻ നിന്റെ ബലം ക്ഷയിപ്പിച്ചിരിക്കുന്നു, ഞാൻ നിന്റെ ശക്തി ക്ഷയിപ്പിച്ചിരിക്കുന്നു. അവൻ ഇന്ന് മുതൽ ശക്തി ക്ഷയിച്ചിട്ടുണ്ടെങ്കിൽ അനുഭവിക്കാൻ തയ്യാറാകണം, മടങ്ങി വരാൻ തയ്യാറാകണം, ഏറ്റുപറയാൻ തയ്യാറാകണം.
രക്ഷിക്കപ്പെട്ട നീയെ വീണ്ടും പാപം ചെയ്ത അതിക്രമമാണ്. ക്രമമല്ലാത്തത്, യോഗ്യമല്ലാത്തത്, വചനത്തെ അതിക്രമിച്ചു പോകുന്നത്. അവൻ ചില കമ്പനികളിൽ, ചില ഓഫീസുകളിൽ, ചില ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ, പട്ടാളത്തിന്റെ ക്യാമ്പുകളിൽ, എയർഫോഴ്സ് ക്യാമ്പുകളിൽ, എയർപോർട്ടുകളിൽ ചില ഭാഗത്ത് അതിക്രമിച്ച് കിടക്കരുത്. അതിക്രമിച്ച് കിടക്കുന്നവർ ശിക്ഷിക്കപ്പെടും. ഇവിടെ വചനം പറയുന്നു, അതിക്രമിച്ച് കിടക്കരുത്. വചനം നിനക്ക് തരുന്ന പ്രമാണത്തിനകത്ത്, വിശുദ്ധിയുടെ പ്രമാണത്തിനകത്ത്, വേർപാടിന്റെ പ്രമാണത്തിനകത്ത്, ഉപദേശത്തിന്റെ പ്രമാണത്തിനകത്ത് നീ നിലനിൽക്കണോ? അതിക്രമങ്ങളുടെ മുഖം അവൻ സ്വന്തം ഏർപ്പെടുത്തി ശക്തിശയിക്കുക. ഈ ബന്ധനം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ബന്ധനം. ഈ ബന്ധനം വരുന്നത് എങ്ങനെയാണെന്നാലും പറയില്ല. അത് പറഞ്ഞാൽ നമ്മുടെ യാസുഖം. അതുകൊണ്ട് അവർ ബന്ധനം വരുന്ന വഴി പറയുന്നത് ബന്ധനം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. സ്റ്റൈലുള്ള സ്റ്റൈലൊക്കെ വെച്ച് നമുക്ക് ഈ സ്റ്റൈൽ അറിയാത്തതല്ലോ കുഴപ്പം. മമ്മക്ക് സ്റ്റൈലുണ്ട്. അവര് ബാസും മറ്റേതെല്ലാം മുഴക്കം ഏതാണ് സ്വർഗത്തിൽ ഒരു അന്നിട്ട് പെൺകുട്ടിന് ചേർത്ത പറഞ്ഞു മുറിയതല്ല. നിങ്ങളുടെ ബന്ധനങ്ങൾ മുറിയിൽ പോകാതിരിക്കേണ്ടതിന് ദൈവത്തെ പരിഹസിക്കരുത്. ഒച്ചോ ഭാഷം കൂട്ടിയിട്ടാൽ ബന്ധനം ഒഴിയത്തില്ല. ആദ്യം ബന്ധനം വന്ന വഴി നോക്കണ്ടേ? ബന്ധനം വന്ന 2 വഴി പറയാൻ പോവാ. 107 സങ്കീർത്തനത്തിന്റെ 10 മുതലുള്ള വാക്യങ്ങളായിരിക്കണം. 107 സങ്കീർത്തനം 10-11. ദൈവത്തിന്റെ വചനങ്ങളോട് മത്സരിക്കുകയും അത്യുന്നതന്റെ ആലോചനയെ നിരസിക്കുകയും ചെയ്തിട്ട് ഇരുളിലും അന്ധതമസ്സിലും ഇരുന്നു, അനിഷ്ടതയാലും ഇരുമ്പ് ചങ്ങലയാലും ബന്ധിക്കുക. എന്നതാണ് വചനത്തോട് ആലോചനയെ. അപ്പൊ ബന്ധനം വന്നത് വചനത്തെ തള്ളിക്കളഞ്ഞത് കൊണ്ടാണ്. അതിനോട് മത്സരിച്ചു. മത്സരികൾ എവിടെ പാർക്കും? അപ്പൊ മത്സരിച്ചപ്പോൾ, തള്ളിക്കളഞ്ഞപ്പോൾ ബന്ധനം വന്നെങ്കിൽ ബന്ധനം അഴിയാൻ എന്നാ വഴി? ഒന്ന് പറ. മത്സരം കളഞ്ഞാൽ മതി, ഞാൻ അനുസരിച്ചാൽ മതി. അതിന് പ്രത്യേകിച്ച് വിട്ടുന്നില്ല. വചനത്തിലേക്ക് മടങ്ങി വരണം. വചനമാണ് ബന്ധനം അഴിക്കുന്നത്. മനസ്സിലായോ? അവൻ തന്റെ വചനം അയച്ച് അവരുടെ കെട്ടുകളെ അഴിച്ചു കളഞ്ഞു. അവൻ തന്റെ വചനം അയച്ച് അവരുടെ കുഴികളിൽ നിന്ന് അവരെ കയറ്റി. അവൻ തന്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ വചനം കേൾക്കുമ്പോൾ ചിലർ സൗഖ്യം പ്രാപിക്കുകയാണ്. ചിലരെ കുഴികളിൽ നിന്ന് വലിച്ചു കയറ്റുകയാണ്. ചിലരുടെ മുഖങ്ങളുടെ നാമെ അമിക്കയറുകൾ ഇന്ന് പകൽ പോറ്റി മാറുകയാണ്. വചനം ഏറ്റെടുക്കാൻ തയ്യാറായാൽ മതി. രണ്ടാമത്തെ ബന്ധനം വരുന്ന വഴി ആവർത്തന 28:47. സകല വസ്തുക്കളുടെയും സമൃദ്ധി. സകല വസ്തുക്കളുടെയും സമൃദ്ധി ഉണ്ടോ? ഇപ്പോഴായിട്ടൊരു വിഷമം. കല്യാണം കഴിച്ച് വരുമ്പോ എത്ര പാവാടയും എത്ര സാരിയും ഉണ്ടായിരുന്നു? പിള്ളേർക്കിടാൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങളുടെ വീട്ടിലായിരുന്നു ട്യൂണിംഗ് കൊണ്ടായിരുന്നു. അമ്മ വീട്ടിലുള്ളപ്പോ അപ്പം പറഞ്ഞു, അപ്പൻ വീട്ടിലുള്ളപ്പോ അമ്മ പറഞ്ഞു. രണ്ടുപേർക്ക് ഒരു ആരോഗ്യവും. അമ്മ നുടിഞ്ഞു കൊടുക്കും, അപ്പൻ മടക്കും. വല്ലാത്തിരിപ്പ്. അമ്മ നുടിഞ്ഞു കൊടുക്കും, അപ്പൻ അത് മടക്കി കൊടുക്കും. ട്യൂണിംഗ് വണ്ണ. ഇപ്പൊ സഭായത്തിന് ആളുകൾ താമസിക്കുന്നത് എന്താണെന്നറിയാച്ചാ? അതാണ് കാണുന്നത്. രാവിലെ അലമാരി 3 കൂടെ തുറന്നിട്ടേച്ച് മാച്ചിങ് പിടിക്കുക. 3 അലമാരിയും കൂടെ തുറന്നിട്ടേച്ച് നിങ്ങളൊക്കെ കൂടി ഉണ്ടാക്കി വെച്ച പണിയായി. ഇതിന് മാത്രം വാങ്ങിച്ചു കൊടുക്കണം എന്റെ പൊന്നച്ചന്മാരെ. സഭായത്തിന് സമയത്ത് വണ്ടി 3 പ്രാവശ്യം ചാട്ടാക്കി വെച്ച് നമ്മൾ ഓപ്പിയെ ദേഷ്യപ്പെട്ടിരിക്കുക. അല്ലെങ്കിൽ വാങ്ങി നിന്നത്തേക്ക് ഒന്ന് ജലനിക്കൂടെ ഒരു അശരീരി. പിന്നെ നിങ്ങൾക്ക് അങ്ങ് എന്റെ എടുത്തോണ്ട് പോയാൽ മതി, ഞാൻ ഡാഡിയുടെ ബ്ലൗസ് തപ്പുവാണ്. സ്വത്രം പറഞ്ഞില്ല, ചിന്തയ്ക്ക് പോകുന്ന ഓണപ്പട്ടണം നിനക്ക് എന്നാ മാച്ചിങ് ഉണ്ടായേ? സ്വത്രം പറഞ്ഞില്ല, സ്വത്രം പറഞ്ഞില്ല. ഇവിടെ ഇരിക്കുന്ന വെള്ളം എല്ലാം ഓർത്ത് സ്വത്രം. അതിഥികൾ ഒഴിച്ച ബാക്കി നമ്മുടെ ഈ പിള്ളേർ കൂടെ അടുത്തയച്ചോട്ട് വെള്ളയാക്കും. രക്ഷിക്കപ്പെട്ടാണ്, രക്ഷിക്കപ്പെട്ടാണ്. ഇല്ല അതിന് വെള്ളം ഇടണ്ട, ഇത് കാര്യമില്ല. രക്ഷിക്കപ്പെട്ട സകല എണ്ണവും വെള്ളയിട്ടുള്ളൂ. അതിന് ഭംഗിയല്ല, സ്വന്തത്തിപ്പാലല്ല.
കുഴപ്പമില്ല, നീ ഇടയ്ക്ക് ചുമന്നിരിക്കണ്ട, നിങ്ങൾ വന്ന് വെള്ളം ഇട്ടോ, പിന്നെ കാലക്രമത്തിൽ സ്റ്റൈലാവും. അറിയില്ലേ? പിന്നെ യൂണിഫോം മൊത്തം വെള്ളം പറഞ്ഞില്ല. അത് കാണാനൊരു അഴകാക്കി, അതൊരു ഭംഗിയുടെ ഇടയ്ക്ക് ഒരു കറുപ്പ് ഒരു വെളുപ്പൊക്കെ ഇരിക്കും, ഒരു ഭംഗിയാണ്. സ്വന്തം അടുത്ത പ്രാവശ്യം വരുമ്പോൾ മൊത്തം വെള്ളമായി കൊണ്ടേക്കാം, പേടിക്കണ്ട. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇല്ലാഞ്ഞിട്ടല്ലേ അതൊക്കെ ഇട്ടോട്ട് നിങ്ങൾ വലിയ പുള്ളിയാണ് സെൻട്രൽ പാസ് ഓവർസീസ് ജയിപ്പിച്ചു പോയിരിക്കാനാ. സ്വന്തം പറഞ്ഞില്ല, ഉള്ളിടത്ത് ഓമിനായി വരുന്നു. ശ്രദ്ധിക്കൂ ദൈവം മക്കളെ, അതിക്രമത്തിന്റെ മുഖം. സ്വന്തം 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 സകല വസ്തുക്കളെയും തുണി ഇഷ്ടം പോലെ ഉണ്ടെന്നല്ലേ കൈ നോക്കുന്നേ. പണ്ട് എന്ത് ഉടുക്കുമെന്നായിരുന്നു, ഇപ്പൊ ഏത് ഉടുക്കുമെന്ന പ്രശ്നം. പണ്ട് എന്ത് തിന്നമെന്നായിരുന്നു, ഇനി ഇപ്പൊ ഏത് തിന്നണമെന്നായി പ്രശ്നം. എവിടെ കിടക്കുമെന്നായിരുന്നു, ഇപ്പൊ ഏതെ കിടക്കണമെന്നാണ് നമ്മൾ ചിന്ത. സ്വന്തം പറയാത്തവർക്ക് ഞാൻ സ്വന്തം പറയാം. സകല വസ്തുക്കളുടെയും സമൃദ്ധി ദൈവം തന്നെങ്കിൽ, ദൈവം എന്നെ അനുഗ്രഹിച്ചെങ്കിൽ, നന്മ ദൈവം തന്നെങ്കിൽ, അടുത്ത വാക്യം കേട്ടോ, നിന്റെ ദൈവമായ യഹോവയെ എങ്ങനെയാ ശ്രദ്ധിക്കേണ്ടി. ചിട്ടിക്കമ്പനി പൊട്ടിയേറ്റ് വന്നിരിക്കുന്ന പോലെ ഓരോരുത്തർക്ക് വേട്ടവാടൊക്കെ കൂത്ത് കൊടുത്തു. അച്ഛാ നോക്കച്ച, ഇങ്ങോട്ട് നോക്കച്ച, എന്നെ വന്ന് നോക്കാറില്ല. നീ ഉന്മേഷത്തോടെ മനുഷ്യന് കോൺട്രാക്ട് വഴിയെന്നും പറഞ്ഞ പോയ മനുഷ്യനെ നിന്റെ ദൈവമായ യഹോവയെ ഉന്മേഷത്തോടെ അന്നേരാ വിളിക്കാൻ എന്നാ ചെയ്യും. ഇത്രയും ഇവിടെ ഡെഫിഷ്യൻ ചിന്തിച്ചോണ്ടിരിക്കത്തില്ല. ചിലപ്പോൾ അങ്ങനെ ഓർത്തെ തെക്കാരനെ ഓർത്തെ സഹായം ഉണ്ടല്ലോ. പിന്നെ ഒരു പരുവത്തിനെ ഓടി പിടിച്ചു പറഞ്ഞില്ല. സകല വസ്തുക്കളെയും സമൃദ്ധി ഹേതുവായി അടുത്ത ഞായറാഴ്ച ഒന്നും വേണ്ട, ഞാൻ ഓർപ്പിച്ചോണ്ട് വേണ്ട. നിങ്ങൾ അത് കണ്ടോ, നല്ല ഉന്മേഷം കാണുമ്പോഴേ അറിയണം ആരാധനയ്ക്ക് പോവാ. ഞാൻ വാളകത്ത് വന്നേച്ചേ ഈ പാസ്റ്റ ഇന്ന് ബുദ്ധിമുട്ടിക്കണ്ട, ഞാൻ ഓട്ടോ വിളിച്ചു. അയാൾ എന്നെ കണ്ടാന്ന് ചോദിക്കുക, പാസ്റ്റാണെന്ന്. ഞാൻ ഒന്നാമതൊരു കളക്ഷൻ ഇട്ടുണ്ടാവുന്ന പിന്നെ എനിക്കെന്നെ മനസ്സിലായി, ഞാൻ പാസ്റ്റാ, എനിക്ക് ഒരു പിടുത്തം വിടുന്നില്ല. സ്വന്തം പറഞ്ഞില്ല. ആ മനസ്സിലായി. നല്ല ഉന്മേഷം കണ്ടാല് നല്ല കോംപ്രാൻ കഴിച്ചുകൊണ്ടിരിക്കണം. ഇന്നത്തെ 9 ദിവസം കണ്ടാൽ അവന് 9 ദിവസം ബിരിയാണി നിന്നുകൊണ്ടിരിക്കണം. നല്ല ഉന്മേഷത്തോടെ, നല്ല ഹൃദയ സന്തോഷത്തോടെ കൂടെ. ഞാൻ പ്രസംഗിക്കുന്നൊന്നുമില്ല, പറഞ്ഞു നിർത്തും സമയം. ഞാൻ നിർത്തട്ടെടുക്കും, ബാക്കിയൊക്കെ ആ താഴത്തെ പദം നിങ്ങൾ വായിച്ചോ. ആ പദം വേറെ എവിടെയും കേട്ടിട്ടുണ്ടോ? എളുപ്പം പറ, സമയം പോകുന്നു. ഞാൻ ഈ പ്രായമില്ലാത്ത ഞാൻ പറയാൻ നിങ്ങൾക്കറിയാം. നിങ്ങൾ ഇത്ര പ്രായമുള്ളവർക്ക് അമ്മച്ചിയോട് ചോദിച്ചാൽ അമ്മച്ചി പറയും. ഈ സേവിക്കാന്നുള്ള പദം കേട്ടിട്ടേ ഇപ്പോഴാണെന്നല്ലോ അവളിപ്പോ മരുന്ന് സേവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രസവിച്ചൊരു പെൺകൊച്ചു വന്നിരിക്കുന്നു കൊച്ചിനെയും കൊണ്ട്. ഇപ്പൊ സേവയൊന്നുമില്ല മക്കളെ, കൊണ്ടോടി പറഞ്ഞില്ലല്ലേ അമ്മച്ചോട്. എന്നെ മമ്മി എന്നെ കണ്ടിട്ട് പറഞ്ഞു, മരുന്ന് സേവിക്കണം. സേവിച്ചതിന്റെ ഗുണം ഇപ്പോഴും വയറ് വരുന്നുണ്ട്. 100 കഴിഞ്ഞ് അമ്മച്ചി നിൽക്കുന്ന നിൽപ്പുണ്ടോ? എത്ര സേവ കഴിഞ്ഞാൽ ആ തവണ സേവിപ്പിച്ചത് കൊണ്ടാണ് ഇന്ന് കുതിര പോലെ ഓടുന്നേ. ഇപ്പോഴാ സേവിക്കേണ്ടത്. പറഞ്ഞില്ല, സേവിച്ചോളും സേവിച്ചോളും. അപ്പോഴേ ഈ സേവിക്കുന്നതിന് കുഴപ്പമുണ്ട് മാസ്റ്റേ. നിങ്ങളൊരു ചിലരൊക്കെ ഇരിക്കില്ല, കഞ്ഞി ഇവിടെ ആണോ വേണ്ടോ? കഞ്ഞി ഉണ്ട്, ധൈര്യത്തിനെ കിളയ്ക്കാൻ വിളിച്ചില്ല, അവനെ കിളക്കേണ്ടതില്ല. കഞ്ഞി ഇവിടെ തന്നെ ഉണ്ട്. ചെന്നിട്ട് വഴക്കുകയും വേണ്ട, ചൂടാക്കുകയും വേണ്ട, കുടിച്ചാൽ പോലെ. ഞാൻ കൊണ്ടിട്ടുണ്ട് സ്വതന്ത്രം പ്രശ്നമൊന്നുമില്ല, എനിക്ക് കഞ്ഞിയാ, സ്വതന്ത്രം വേണ്ട. ഇതൊക്കെ സേവിക്കുക എന്ന് പറഞ്ഞാലേ ഈ വൈദ്യന്മാരുടെ ഇടപാടാണ്. അത് കഷായവും എണ്ണയും തൈലവും ലേഹ്യവും കൂടെ എടുത്ത് വെച്ച് ചോദിച്ചു, കൂടെ ആരാ വന്നേക്കുന്നത്? അപ്പം മരുമോളോ മോളോ അപ്പനോ? ആ ഇത് എണ്ണ. ഇത് 3 നേരം നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് ഒരു 3/4 മണിക്കൂറെങ്കിലും ഇരിക്കണം. പിന്നെ 3 നേരവും കഷായം, ആവർത്തിച്ചെണ്ണ. പഥ്യമുണ്ട്, പഥ്യം. പഥ്യം തെറ്റിച്ചാൽ നീര് വെച്ചാൽ വൈദ്യർക്ക് ഉത്തരവാദിത്തമില്ല. ബന്ധക്കോസ് വന്നപ്പോൾ ഒന്നും പറഞ്ഞു തന്നില്ല. ഞാനിപ്പെടാൻ പോകുന്നവരെ കൈകൊട്ട് കാണിട്ട് സത്യം പറഞ്ഞു പിള്ളേരെ കൈകൊക്കെ
മക്കളെ ഒന്നുകൂടെ ആലോചിച്ചിട്ട് തീരുമാനിച്ചോ. ഇത് പത്യമുള്ള ഇളവാണ്. ഇതൊക്കെ കഷായമൊക്കെ നല്ലതാണ് കുടിക്കാൻ, പക്ഷെ പത്യക്കേട് കാണിച്ചാൽ മറ്റേ നീര് വന്ന് വീർത്തിട്ടാവും. അത് എന്റെ കാര്യമാണ്. 12ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ. ഇനി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന വലിയ മലയുടെ മണ്ടക്കോട്ടൊക്കെ നമ്മൾ വലിയ BSc നഴ്സിംഗ്, MSc, MD ഇതൊക്കെ കഴിയുന്നത് നമുക്ക് ആയിരിക്കും. ആനപ്പോഴുണ്ടായിരുന്നു ഈ ഒന്നും തന്നെ മാന്താൻ നോക്കിയാലോ, ഒന്ന് ചീറ്റാൻ നോക്കിയാലോ, ഒന്ന് നോക്കാൻ നോക്കിയാലോ, ഒന്ന് തൊടാൻ നോക്കിയാലോ, എന്റെ മകൾക്ക് ഇതൊക്കെ നേരത്തെ പറയണ്ടേ. എന്നാലും ഞാൻ പറയുക, പിന്നെ നിനക്ക് തൊടാനൊക്കത്തില്ല, തിന്നാനൊക്കത്തില്ല, കുടിക്കാനൊക്കത്തില്ല, പോകാനൊക്കത്തില്ല, വാഴാനൊക്കത്തില്ല. പ്രമാണത്തിനകത്തു നിൽക്കാനേ പറ്റൂ. വചനത്തിനകത്തു നിൽക്കുന്നെങ്കിൽ മാത്രം വചനം അനുസരിക്കുന്നവനാണ് അനുഗ്രഹം. സേവിക്കായികമുണ്ട്. അതിന്റെ അർത്ഥം പത്യം തെറ്റിച്ചതുകൊണ്ട്. മലയാളം മനസ്സിലാകുന്നുണ്ടോ? ഇതിൽ കൂടുതൽ എഴുതാൻ പ്രസംഗിക്കാൻ പറ്റുന്ന ഉപദേശിയുടെ കൊണ്ടുപോകാൻ കാണിച്ച ഞാൻ ഇതിൽ കൂടുതൽ തന്നെ പ്രസംഗിക്കുന്നത് സേവിക്കാനുണ്ട്. വരുന്ന പ്രവാചകൻ പറയുന്നേ, അവിടെ കെട്ടി ഇവിടെ കെട്ടി മൊത്തം കെട്ടി വട്ടം കെട്ടി കിഴക്കുന്നൊരു പോലെ. എന്റെ പൊന്നച്ച അങ്ങനെയാണോ വെച്ചാൽ എഴുതിയേക്കുന്നത്? നിന്റെ നേരെ ആരായിരിക്കുന്നു? ശരി, നിന്റെ നേരെ ആരായിരിക്കുന്നു? അതാണ് നോക്കാൻ. ഇനിയും പ്രവാചകൻ വെച്ച് മറുനാട്ടിൽ വന്നു, പുല്ലാട്ടിൽ നിന്ന് വന്നു, ലക്നൗകാവിൽ വന്നു. എണ്ണം ഉണ്ടെന്നില്ല വാശിയ. നിന്റെ നേരെ ആരും അല്ല അയക്കുന്നത്, ആ പുള്ളിയാ. മര്യാദയ്ക്ക് വിടുതൽ പ്രാപിച്ച് നന്മ അനുഭവിച്ചേച്ച് നീ ആലയത്തിൽ ഒന്ന് വായിൽ കൂട്ടി ഇരുന്ന് പോറ്റുവായിട്ടാൽ, നീ ആരാധനയെ അവഹേളിച്ചാൽ, നീ ദൈവത്തെ അപമാനിച്ചാൽ യഹോവ നിന്റെ നേരെ ശത്രുക്കളെ അയക്കും. എനിക്ക് സന്തോഷം. നിങ്ങൾ സമ്മതിക്കത്തില്ല. ഞാൻ വൈകുന്നേരം വരെ നിൽക്കാൻ ഉടമ്പടി പിടിയേറ്റിരിക്കുക. പക്ഷെ നിങ്ങൾ സമ്മതിക്കരുത്. നീ ദൈവം അയക്കുന്ന ശത്രുക്കളെ നീ കണ്ടമുണ്ട്, നെല്ലുമുണ്ട്, പുള്ളിക്ക് കുത്തി അരിയുണ്ട്, വേദവാഴ ഇഷ്ടം പോലെ പിന്നിയതില്ല. കൃഷി ചെയ്യുന്ന പാക്കരം കൊണ്ടുപോയി പോലെ മുതലാളി പിന്തിരിഞ്ഞു. ഞാൻ പറഞ്ഞല്ല, വിശപ്പോൾ ഇപ്രാവശ്യം ചെക്കപ്പ് കഴിയുമ്പോൾ ഡോക്ടർ കൊടുത്തേ അരക്കപ്പ് മതിയായിരുന്നു. പച്ചക്കറി ഉപ്പിടാതെ കുറ്റി ചെയ്ത് കൊടുത്തോളാൻ വെച്ചാൽ എന്റെ മുമ്പിലിരുന്ന ഇപ്പോഴത്തോട് പറഞ്ഞ ആശുപത്രി ആ പെണ്ണ് വന്നിട്ട് അവിടെ വേറെ ഇപ്പൊ ഈ ചാപ്പാടിനെ കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നു. ഡയറ്റീഷ്യൻ അതിന്റെ പുറത്തോണ്ട് വന്നേ പറഞ്ഞു, അതിന്റെ പ്രത്യേകം ശ്രദ്ധിക്കണം. 3 നേരവും വെജിറ്റബിൾ പുഴുങ്ങി കൊടുക്കണം. ഒരു നേരം ഒരു ഉപ്പിടാം, ബാക്കി 2 നേരം ഉപ്പിടില്ല. ചില മോന്ത ഇങ്ങനെ വിളർന്ന് കാപ്പി ചായ കൊടുക്കരുത്. ഞാനാണെങ്കിൽ 24 മണിക്കൂർ ശ്വാസം വിടുന്ന പോലെ ചായ ചായ ഇതാ പറഞ്ഞിട്ട് പുള്ളിയാ അല്ല കൊടുക്കും. ചായ കാപ്പി വേണ്ട. ദൈവം തമ്പുരാൻ ആരോഗ്യം തരുമ്പോൾ ചായയും കാപ്പിയും ഒക്കെ കുടിച്ചേച്ച് വല്ലപ്പോൾ ഒരു നല്ല സോപ്പോ അല്ലെങ്കിൽ വല്ലപ്പോൾ ഒന്ന് കൈയൊക്കെ അടിച്ചു സോപ്പം പറഞ്ഞില്ല. എന്ത് വേണേലും കഴിക്കാൻ ആരോഗ്യം ദൈവം തന്നിരിക്കുക. എന്തും കുടിക്കാം, എന്തും കഴിക്കാം. ഇതുപോലെ ദൈവം തന്ന ആരോഗ്യത്തിനായി, ദൈവം തന്ന ബലത്തിനായി, ദൈവം തന്ന സൗഖ്യത്തിനായി, ദൈവം തന്ന ആയുസ്സിനായി വിശപ്പോടും എന്റെ കണക്കാരൻ പറയാൻ നേരെയില്ല. ഞാൻ ഒരാളോട് പറഞ്ഞു, അങ്ങനത്തെ ഡ്രസ്സൊന്നും ധരിക്കരുത്, പൊത്താൻ ചൂടിലാവും.
എന്ന് പറഞ്ഞാൽ തല മുതൽ പാദം വരെ ചൊടിപ്പാ. അവസാനം എത്രയോ ആശുപത്രി കയറി ഇറങ്ങി. അവസാനം ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് ചെന്നപ്പോൾ ചോദിക്കും, ഏതൊക്കെ വസ്ത്രങ്ങളായിരുന്നു എന്ന് ചോദിച്ചു. വസ്ത്രത്തിന്റെ എല്ലാം പേര് പറഞ്ഞു. കോട്ടൺ മാത്രം, സിന്തറ്റിക്, പിന്നെ ബാക്കി ഒന്നും ഇടാൻ പാടില്ല. ഇപ്പൊ ഇടുന്നതിന്റെ ഒക്കെ പേര് പഠിക്കണം. ഞാൻ കോളേജിൽ പോകേണ്ടി വരും. സ്വതന്ത്രം പറഞ്ഞു. പണ്ടൊക്കെ ഇച്ചിരി നീളമുള്ളതായിരുന്നു. ഇപ്പം അത് മുറിഞ്ഞ് ഇവിടെ ആയിപ്പോ അടിയിലെ ബന്ധം ഉണ്ടോ എന്ന് ഞങ്ങൾക്കൊരു സംശയമാണ്. ഇണ്ടാത്തവർക്കായിട്ട് സ്വതന്ത്രം ഇച്ചിരി കൂടി പോകുന്ന എനിക്കറിയാം. പക്ഷെ ഞാനല്ലാതെ വേറെ ആരും അറിയിച്ചാൽ ഇതൊക്കെ എന്റെ പൊന്നു സഹോദരന്മാരെ ഇച്ചിരി നീളമുള്ളതെങ്കിൽ ഇടെ അന്ന് വരെ നടന്നു പോകുമ്പോൾ നാട്ടുകാരെങ്കിലും നാട്ടിൽ അടി വല്ല ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇതിപ്പോ പണ്ട് ചുരിദാർ ഇറങ്ങിയപ്പോൾ ഞങ്ങളെല്ലാം ആശ്വസിച്ച സത്യമാണ്. പാസ്റ്റർമാരെല്ലാം ഒന്ന് ആശ്വസിച്ചു. ചുരിദാർ ഇറങ്ങിയല്ലോ. ഒരു 5-6 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് പതുക്കെ കുത്തുവിടാൻ തുടങ്ങി. ഇപ്പൊ ഏതായാലും അജയ് മാസ്റ്റർ കരങ്ങൾ ഉയർത്തി അല്പസമയം ആരാധിക്കാമെന്ന് പറയാനൊരു കാര്യമായി. ഇല്ലെങ്കിൽ നമ്മൾ ആരുടെയൊക്കെ അണ്ടർ ഗാർമെന്റ്സ് കാണേണ്ടി വന്നേനെ അറിയത്തില്ല. സ്വന്തം പീത്തയും വള്ളിയും എന്റെ പണ്ട് കർത്താവെ അമ്മച്ചേ സ്വന്തം സ്വന്തം മക്കൾക്ക് വെളിവില്ലേ വളർത്തുന്ന തള്ളെ നിനക്ക് വെളിവ് വേണം. പ്രശ്നോ മക്കൾക്ക് വെളിവില്ലെങ്കിൽ വളർത്തുന്ന തള്ളെ നിനക്ക് വെളിവ് വേണം. കഴിക്കണം താഴോട്ട്. തലേ കീറിയതേ കിട്ടുവുള്ളെങ്കിൽ പെന്തക്കോസ്റ്റിലെ അരി തയ്ക്കണം താഴോട്ട്. തല ഉയർത്തിപ്പിടിച്ചാൽ നിന്റെ നഗ്നത അനാവൃതമാകല്ല. അപ്പന്റെ നഗ്നത അനാവൃതമാക്കരുത്. അമ്മയുടെ നഗ്നത അനാവൃതമാക്കരുത്. സഹോദരിയുടെ നഗ്നത അനാവൃതമാക്കരുത്. മകളുടെ നഗ്നത അനാവൃതമാക്കരുത്. ഭാര്യയുടെ വേദനയൊന്നും കൊണ്ടൊന്നല്ല, പുസ്തകത്തിനകത്തുള്ളതാണ്. നീ ഇരിക്കുമ്പോ ബസ്സിൽ നടക്കേറുമ്പോ വണ്ടിയെ കയറിച്ച് ഞാൻ KSRTC സഞ്ചരിക്കുന്ന ഉപദേശ 45 കൊല്ലം കൊണ്ട് എനിക്കുള്ള സങ്കടം എന്നു വെച്ചാൽ ആദ്യത്തെ ഒറ്റ സീറ്റ് ഉണ്ട്. അത് നമ്മുടെ സീറ്റാ. ഗണേശനോട് പ്രത്യേകം പറഞ്ഞതാ. എവിടെ പോണെങ്കിലും ആ സമയത്ത് ഇറങ്ങുന്നുണ്ടാ. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡ്രൈവർ വരുന്നതിന് നമ്മൾ വണ്ടി കൊണ്ടുപോകും. അപ്പൊ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞേ എന്നാ സാറെ കയറിക്കോളാൻ പറഞ്ഞു. ആദ്യത്തെ സീറ്റ് എന്റേതാ. വലിയ നെല്ല് പിടിയൊന്നുമില്ല. സുഖമായിട്ട് പ്രാർത്ഥിക്കാം. അന്നേരം ചിലർക്ക് ഇടിച്ചു കയറി അങ്ങോട്ട് വിടില്ല. എന്നിട്ട് ഇവിടുമാരി മേടി ഞാൻ മേടിച്ചേ. ഇനി ഞാനിത് താത്തു കൊടുത്താൽ പറഞ്ഞില്ല. ഇത് തയ്പ്പിച്ചപ്പോ നിനക്ക് അറിയില്ലേ കാറ്റ് വന്നാൽ പോകുന്നു. ബൈക്കിന്റെ പുറകെ ഇരിക്കുമ്പോൾ ഇത് പോകുന്നു നിനക്ക് അറിഞ്ഞുകൂടാ. അത്രയും ഇട്ടാൽ പോലെ അത്രയും ഇപ്പോഴും കിട്ടാനുണ്ടെങ്കിൽ നാളെ പറഞ്ഞാൽ മതി. നഗ്നത അനാവൃതമാക്കരുത്. ഞാൻ ആത്മാവിലാണെന്ന് പറയുന്നത്. അപ്പനോട് പറയാൻ നിന്റെ മകളുടെ നഗ്നത കാണരുത്. നിന്റെ സഹോദരിയുടെ നഗ്നത കാണരുത്. നിന്റെ ഭാര്യയുടെ നഗ്നത മറ്റൊരുത്തൻ കാണരുത്. നിന്റെ മകളുടെ നഗ്നത മറ്റൊരുത്തൻ കാണരുത്. ഇന്ന് പല മാനസാന്തരപ്പെടാം. നഗ്നതയോടുകൂടെ നിന്നെ നശിപ്പിക്കും വരെ അവൻ നിന്റെ കഴുത്തിൽ സാധാരണ മുഖമോനെ സഹിക്കാം. ഇരുമ്പുകളും നല്ലവനും വന്ന് അവിടുന്ന് എഴുതുന്നൊന്നും പറഞ്ഞിട്ട് ഞെട്ടാൻ നിൽക്കണ്ട. വന്ന വഴി കണ്ടുപിടിക്ക്. എന്നിട്ട് മര്യാദയ്ക്ക് വചനമനുസരിക്ക്. എന്നിട്ട് വചനപ്രകാരം ആത്മശക്തി ദൈവത്തെ ആരാധിക്ക്. ഒരു മുഖവും നിന്റെ കഴുത്തിൽ കയറുകയല്ല. ഒരു മുഖവും നിന്റെ കഴുത്തിൽ കയറുകയില്ല. ദേവദാസനെ അനുസരിക്കാൻ വേണ്ടി നിർത്താൻ പോവാ. എളുപ്പമാണ്. സ്വതന്ത്രം ഒരു 10 മിനിറ്റോളം നമ്മളോട് ഞാൻ 3 കാര്യം പറയാം. ഒന്നിന് വന്നില്ല. അപ്പൊ 2-3 അവിടെ കിടക്കട്ടെ. നമുക്ക് ഓടിച്ചൊന്ന് പറയാം. ഇനി എന്തെങ്കിലും വരും ബാക്കി പറയാം. ഒന്നാമത്തെ മുഖം അതിക്രമങ്ങളുടെ മുഖം. അതിന്റെ ഡെഫിനിഷൻസ് നമുക്ക് ഒത്തിരി വാക്യമായി വിടുക. ക്രമമല്ലാത്തത് എന്തെങ്കിലും ജീവിതത്തിലുണ്ടെങ്കിൽ എന്ന് പകരം ഉപേക്ഷിക്കണം. വചനം കേട്ടത് അതിനാ. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവ നിലവിളിച്ചെന്ന് പറഞ്ഞാൽ കാര്യമല്ല. പാപത്തെ കുറിച്ച് അവർക്ക് ബോധ്യം വന്നിട്ട് ഞങ്ങളുടെ പാപമാണ് ഈ പ്രവാസത്തിന് കാരണം, ഈ കഷ്ടതയ്ക്ക് കാരണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ അലറി കരഞ്ഞ് പാപം ഏറ്റു പറഞ്ഞപ്പോൾ അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരെ അവരുടെ നിലവിളിക്കണം. പണ്ടത്തെ ഉപവാസ പ്രാർത്ഥന
സ്തോത്രങ്ങൾ കൂട്ടം നിലവിളികളായിരുന്നു, അയ്യപ്പുലികളായിരുന്നു. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട് എൻ്റെ ശുശ്രൂഷയുടെ ആരംഭകാലങ്ങളിൽ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾ ചാടി എഴുന്നേറ്റ് തമ്മിൽ തമ്മിൽ ക്ഷമ ചോദിക്കുന്നത്, കാലറി കരഞ്ഞുകൊണ്ട് നെടുമ്പാട് വീഴുന്നത് കണ്ടിട്ടുണ്ട്. നമ്മുടെ പിതാക്കന്മാരുടെ കാലത്ത് സംഭവിച്ചത് 9 അല്ല 10 അല്ല 40 അല്ല 400 ദിവസം ഇരുന്നാൽ അനുതാപമില്ലെങ്കിൽ, ഏറ്റുമാറ്റമില്ലെങ്കിൽ, മാനസാന്തരമില്ലെങ്കിൽ നിന്റെ പ്രാർത്ഥന വൃഥാവാണ്. ഇന്നോ പകൽ ദൈവമേ മടങ്ങി വരട്ടെ. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്ങളിലേക്ക് മടക്കി വരുത്തണമേ. ഒന്നാമത്തതും അതിക്രമങ്ങളുടെ അതിക്രമങ്ങൾ 4 നിലയിൽ പറയുന്നു ദാവീദ്. 1, ആമേൻ, എന്റെ സ്വമേധ പാപങ്ങളെ അകറ്റി എന്നെ കാക്കണം. സ്വതന്ത്രം. 2, മുറുകെ പറ്റുന്ന പാപങ്ങൾ. 3, പിന്തുടരുന്ന പാപം. 4, രഹസ്യ പാപം. ഭാര്യയ്ക്ക് അറിയത്തില്ല, ഭർത്താവിന് അറിയത്തില്ല, മക്കൾക്ക് അറിയത്തില്ല, പാസ്റ്ററിന് അറിയത്തില്ല, വിശ്വാസിക്ക് അറിയത്തില്ല. രഹസ്യ പാപം. രഹസ്യ പാപം. പെന്തക്കോസ്തിലെ 70% വിശ്വാസികളും രഹസ്യ പാപത്തിലാണ് ജീവിക്കുന്നത്. വെറുതെ പറയല്ല, സർവ്വയാ പറയുന്നത്. 70% പെന്തക്കോസ്തുകാർ മദ്യപാനികളായി മാറിയിരിക്കുന്നു. ഭയമില്ല, കർത്തൃമേശം എടുക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ കേട്ടാൽ ഞെട്ടിപ്പോ, ഞാൻ ഞെട്ടി. ഒരു സഹോദരി ഒരു ശുശ്രൂഷ കഴിഞ്ഞിരിക്കുമ്പോൾ പാസ്റ്ററോട് പറഞ്ഞു, എനിക്ക് വന്ന പാസ്റ്റർ ഒന്ന് പേഴ്സണലായിട്ട് കാണണമെന്ന്. പാസ്റ്റർ ചോദിച്ചു, എന്നാ സഹോദരി, എനിക്ക് പാസ്റ്ററുമായിട്ടൊന്ന് സംസാരിക്കാനാണ് പറഞ്ഞു. എന്നാൽ ഗസ്റ്റ് റൂമിലോട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ പാസ്റ്ററിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, സിസ്റ്റർക്ക് ഒന്ന് കാണണം, പേഴ്സണലായിട്ട് സംസാരിക്കുന്നത് വരാൻ പറഞ്ഞു. അവിടെ സംസാരിക്കുമ്പോൾ ഞാൻ ഞെട്ടിയെന്ന് പറഞ്ഞ് തരിച്ചു പോയി. ദൈവദാസനെ, എൻ്റെ ഭർത്താവ് സഭയുടെ സെക്രട്ടറിയാണ്. പണ്ട് കുടിയനായിരുന്നു, മുക്കുടിയനാണ്, ബിസിനസ്സുകാരനായിരുന്നു. അപ്പോൾ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ടിപ്പോൾ സഭയുടെ അംഗം സെക്രട്ടറിയായി. ഈ പുള്ളിയാണ് എല്ലാ ആഴ്ചയും കർത്തൃമേശ പാസ് അനുഗ്രഹിച്ചു കൊടുക്കുന്നത്, കൊടുക്കുന്നത്. ശനിയാഴ്ച രാത്രി വരെ വീട്ടിൽ നിന്ന് കുടിക്കും. 3 അറയുള്ള ഒരു അലമാരി പുള്ളി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ 3ാമത്തെ അറയ്ക്കകത്ത് 5 കുപ്പി വിതരിപ്പുണ്ട്. ഞാൻ ഭയക്കുന്നു, എന്നാൽ എന്റെ മണ്ടയ്ക്ക് ഇരുത്തി വീഴുന്നത്. അങ്ങനെ ആ സഹോദരി പറഞ്ഞു, ഇവന്റെ മണ്ടയ്ക്ക് എന്നാ ഇരുത്തി വെട്ടുന്നത് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആരും പറഞ്ഞിട്ട് ഒരു മാനസാന്തരമില്ല. ഈ ദിവസങ്ങൾ മുഴുവൻ മുഴങ്ങി കേട്ട ദൂത് അത് എന്റെ ഭർത്താവിനോടാണ് എനിക്ക് മനസ്സിലാക്കി. അങ്ങനെ കൂടെ ശാസന കേട്ടിട്ടും സാഠ്യം കാണിച്ച നീക്കുപോക്കില്ലാതെ മരിക്കുമെന്ന് ഓടേനമ്പുരാൻ പറഞ്ഞെങ്കിൽ പാസ്റ്ററെ ഒരു മാനസാന്തരം വരാൻ പ്രാർത്ഥിക്കണം. ഒരു അനുതാപത്ത് വരാൻ പ്രാർത്ഥിക്കണം. കൊടുക്കുന്നവനാ, പക്ഷെ പാപബോധമില്ല. 15 വർഷമായി സഭയുടെ ഗായക സംഘത്തിലെ പ്രധാനിയാണ് പയ്യൻ. 15 വർഷമായിട്ട് അവനാണ് ആരാധന നേതൃത്വം കൊടുക്കുന്നത്. 5 ഭാഷയിൽ പാടും. എല്ലാ ഇൻസ്ട്രുമെന്റ്സ്, ഗിറ്റാർ, ഓർഗൻ, മറിച്ചത്, ഓടക്കുഴൽ, ഇനി വേണ്ട എന്ത് കാഹളം വരെ ഊതും. 5 ഭാഷയിൽ പാടും. വിവിധ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കും. 15 വർഷമായി ആളുകളെ സ്വന്തം ആരാധിപ്പിക്കുന്നവൻ ഈ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞ കേൾക്കണോ, 15 കൊല്ലമായി ആർഭാട ജീവിതം നയിക്കാൻ കഞ്ചാവ് വരുത്തുന്ന ജോലിയായിരുന്നു എനിക്ക്. ആന്ധ്രയിൽ നിന്ന് കച്ചവടത്തിന് ഹോൾസെയിൽ കഞ്ചാവ് കൊണ്ടത് കൊടുക്കുന്ന ഏതെന്നെ ഞാൻ പാസ്റ്റേ. ഒരു പ്രവാചകൻ ഇതുവരെ ബോധ്യപ്പെട്ടില്ല. മനസ്സിലാകുമോ? പക്ഷേ ദൈവദാസന്റെ സുവിശേഷ ഏറിന്റെ മുമ്പിൽ ഈ പറഞ്ഞ വീട് കഴിഞ്ഞു. ഇനി എനിക്കത് തുടരാൻ കഴിയുകയില്ല. പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും ബോധ്യം വരുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ പകൽ ചില രഹസ്യ പാപങ്ങളിൽ നിന്ന്, ചില പിന്തുടരുന്ന പാപങ്ങളിൽ നിന്ന്, ചില മുഴുവൻ പറ്റുന്ന പാപങ്ങളിൽ നിന്ന്. രണ്ടാമത്തത് മിസ്രൈമിന്റെ മുഖമാണ്. മിസ്രൈമിന്റെ മുഖത്തിന്റെ പ്രത്യേകത തലമുറയെ തകർക്കുന്ന മുഖമാണ്. ആരാധിപ്പിക്കാത്ത മുഖമാണത്. ഇന്ന് പകലിന്റെ തലമുറയെ പിശാച് ഏതെങ്കിലും മേഖലകളിൽ, മണ്ഡലങ്ങളിൽ തകർക്കുന്നെങ്കിൽ അവിടെ
അവിടെ ഒരു മിസ്രൈമിന്റെ മുഖം വെളിപ്പെട്ടിട്ടുണ്ട്. ആമേൻ, സ്തോത്രം സ്തോത്രം. ഒരു എംപറായ ശിശുവിനും മിസ്രൈമിൽ ജനിച്ചു വളരാൻ അനുവാദമില്ലാതെ വണ്ണം ഫറവോന്റെ കൽപ്പന ഒരു അഗ്നിജ്വാല പോലെ കത്തി എരിയുമ്പോഴും അതിന്റെ നടുവിലും ഒരു വാഗ്ദത്ത സന്തതിയെ ജനിപ്പിച്ച് വളർത്താൻ കഴിയുന്ന ദൈവമാണ്. നിന്റെ തലമുറയെ തകർക്കുമെന്ന് പിശാച് വാദിച്ചാൽ പ്രാർത്ഥിക്കുന്ന മാതാവേ, കരയുന്ന പിതാവേ, നിന്റെ തലമുറയെ വളർത്തേണ്ടത് വളർത്തുക, ആക്കേണ്ടത് കാക്കുക, അയക്കേണ്ടത് അയക്കുക. ആരാധന സഭാകൂടി വന്ന് ആരാധിക്കുന്ന കാര്യമല്ല. വീട്ടിനകത്ത് ആരാധനയുണ്ടോ? എത്ര നാളായി നീയും നിന്റെ മക്കളും ഒരുമിച്ചിരുന്ന ആത്മാവിൽ ആരാധിച്ചിട്ട്? സഭാകളുടെ ഉപവാസ പ്രാർത്ഥന കാര്യമല്ല, കാത്തിരിപ്പ് യോഗത്തിന്റെ സഭയുടെ കാര്യമല്ല. നിന്റെ കൂടാരത്തിനകത്ത് ആരാധന ഉയരണം. ദേശത്ത് നിന്നെ ഞെരുക്കുന്ന ശക്തി, ദേശത്ത് നിന്നെ ഞെരുക്കുന്ന ശക്തി ഇന്ന് പകലിന്റെ കൂടാരത്തിനകത്ത് ആരാധനയുടെ ശബ്ദം ഉയരണം. സ്തുതിയുടെയും സ്തോത്രത്തിന്റെയും അന്യഭാഷകളുടെയും ശബ്ദം നിന്റെ കൂടാരത്തിൽ ഉയരണം. മൂന്നാമത്തെ മുഖം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു, മിഥ്യാന്റെ മുഖം. നിന്റെ വീട്ടിനകത്ത് നിനക്ക് പാർക്കാൻ കഴിയാതെ വണ്ണം വീട്ടിന് അസ്വസ്ഥത ഉണ്ടാക്കുന്നു. ചിലര് പറഞ്ഞിട്ടില്ലേ, വീട്ടിലോട്ട് വരുന്ന എനിക്ക് ഭ്രാന്തി പിടിക്കുന്നു. എന്താ പറഞ്ഞാൽ കഷ്ടപ്പെട്ട് ലോൺ എടുത്ത് ചിട്ടി പിടിച്ച് വാട്ടം പിടിച്ച് ഉണ്ടാക്കിയെടുത്തൊരു വീടാണ്. ഇപ്പൊ പുള്ളിക്ക് വീട്ടിലോട്ട് വരുമ്പോൾ എന്നാ പിടിക്കുന്നു? നമ്മുടെ ഊളം പറയുന്നുണ്ടോ? ഭർത്താവ് വീട്ടിൽ വരുമ്പോൾ ഭ്രാന്തി പിടിക്കുന്നു പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ വീട്ടിലെന്തോ പ്രശ്നം? ഭാര്യ പറയുന്നുണ്ടോ ഇവിടുന്ന് എവിടെയെങ്കിലും ഇറങ്ങിപ്പോയെങ്കിൽ ഒരു സ്വന്തത വരുമെന്ന്? അപ്പൊ ആ വീട് എന്നാ പാപയല്ല. മക്കൾക്ക് വീട്ടിലോട്ട് വരാൻ വലിയ താല്പര്യമൊന്നുമില്ല. അർദ്ധരാത്രിയുടെ ഏതോ യാമത്തിൽ സ്വന്തം കീരിയും പാമ്പും എലിയും ഒക്കെ വരുന്ന പോലെ മാളത്തിലോട്ട് ഒഴിഞ്ഞു പോകും. അതുവരെ ചില വീട്ടിലെ കഥകൾ ഇടയാറില്ല. എന്റെ വീട് മനോഹരമാകണം. ജയത്തിന്റെയും അതൊന്ന് തിരിച്ചിട്ടേ, ആരാധനയുടെ ഘോഷം നിന്റെ വീട്ടിൽ നിന്ന് ഉയർന്നാൽ നിന്റെ വീടിനെ ഒരു ജയഘോഷം ഉയരുന്ന വീടാക്കി മാറ്റും. ഇന്ന് പല തീരുമാനിക്കുക. 9-ാം 10-ാമത്തെ പ്രാർത്ഥനയുടെ ദിവസത്തിൽ ഇന്ന് മുതൽ എന്റെ വീട്ടിനകത്ത് കാര്യമില്ലെങ്കിൽ ഒരു ആരാധന ഉയരും. സന്ധ്യ പ്രാർത്ഥന ഉണ്ടാകും, പ്രഭാത പ്രാർത്ഥന ഉണ്ടാകും. ആരാധന നഷ്ടപ്പെട്ടു പോയ കുടുംബങ്ങളെ ഇന്ന് മുതൽ ആരാധനയിലേക്ക് മടങ്ങി വരാം. കുടുംബത്തിനകത്ത് ആരാധനയുടെ ശബ്ദം, സ്തുതിയുടെ ശബ്ദം, സ്തോത്രത്തിന്റെ ശബ്ദം. അടുത്തത്, നീ വിതയ്ക്കും അവൻ കൊയ്യും. നിന്റെ കൈകളുടെ അധ്വാനഫലം നീ തിരിഞ്ഞു വന്ന നീ വിതയ്ക്കുന്നത് കൊയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അത് അവൻ അപഹരിക്കുക. ഇന്ന് മുതൽ പറ, ദൈവമേ, ഞാൻ വിതച്ചത്, എന്റെ തലമുറ വിതച്ചത്, ഞാൻ കണ്ണുനീരോടെ വിതച്ചത് ശത്രു കൊയ്യാൻ കഴിയാതെ അതാർപ്പോടൊന്ന് കൊയ്യാൻ എനിക്ക് എന്നെ സഹായിക്കണമേ. ഇന്ന് മുതൽ ചിലരോട് ദൂത് പറയുക, നീ കണ്ണുനീരോടെ വിതച്ചത് ഈ ദിവസങ്ങളിൽ 2024 കഴിയുന്നതിന് മുൻപ് ആർപ്പോടെ കൊയ്യാൻ ഞാൻ ആത്മാവിൽ ദൂത് പറയുക. ചിലർ ആർപ്പോടെ കൊയ്യാൻ പോകുക, ചിലർ ആർപ്പോടെ കൊയ്യാൻ പോകുക, ചിലർ ആർപ്പോടെ. രണ്ട് വാക്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഉപവാസവും പ്രാർത്ഥനയും എന്തിനാണെന്നറിയണ്ടേ? ഈ ദിവസത്തിൽ എന്താ സംഭവിച്ചതെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയുക, ഇന്ന് മാത്രം വന്നവർക്ക് വേണ്ടി പറയുക. എന്തിനാ ഉപവാസം പ്രാർത്ഥനയും വാസേ? ഈ സാമ്പത്തിക വാസം വന്നപ്പോൾ എന്നാ വാർത്ത, ഇങ്ങനെ ഒരു ഉപവാസമുണ്ടോ, ഇങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്, ഇതിനൊക്കെ കാശ് വേണ്ടി. കാശ് വേണ്ട, കാശില്ല ഉപവാസം. നിങ്ങൾക്ക് വേണ്ടി ചൂടാത്തിന് കാശ് വേണ്ട, ചക്കര വേണ്ടേ? ചക്കര ഞങ്ങൾ 250 രൂപ ചക്കര വാങ്ങിക്കുന്നവർക്കല്ലേ വില അറിയാം. ഒരു ചക്കരയും വാങ്ങിച്ചില്ല, പഞ്ചാരയും വാങ്ങിച്ചില്ല, കാപ്പ് കൊടുത്തിട്ടില്ല, പിന്നെ വില അറിയാം. 250 രൂപ വീടൊക്കെ ചക്കര. നല്ല ചക്കര വേണം വെച്ചാ ഉടായ്പ ചക്കര കൊണ്ട് ഇങ്ങോട്ട് വരും കൊടുക്കുവാണ് നല്ലത്. കൊടുക്കും ചക്കരക്ക് 250. കാപ്പിപ്പൊടി വേണ്ടേ? ചുക്കിന് തന്നെ വരെയെന്നാണ്. ചിലൊക്കെ ചുക്കുണ്ടാക്കി വിധോമി കൊണ്ട് കൊടുക്കണം. ചിലക്കെ ചുക്കാക്കൂടി കണ്ടി സ്വോത്രം പറഞ്ഞില്ല, അവിടെ പറഞ്ഞു ചിലവേരിയാണ് മേടിക്കണം. സ്വോത്രം കൂടി നിർത്തുക. ഇതെല്ലാം എന്തിനാ ചെയ്തറിയാം?
ആ യശയ്യാ 58 എളുപ്പം വായിച്ചു. 10:27 വായിച്ച് ഞാൻ നിർത്തി. ഇനി പ്രസംഗിക്കുന്നു. ബാക്കി വായിച്ചു. അച്ഛാ ഇവിടെ എന്നാ സംഭവിച്ചതല്ലോ വീട്ടിയോ മാമ വീട്ടിലിരിക്കായിരുന്നു. ഇവിടെ എന്താ നടന്നത് അറിയട്ടെ. ആ ഈ വചനമൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾക്ക് മാനസാന്തരം വന്നു. ചില ഏറ്റു പറഞ്ഞു, ചിലർ അനുദമിച്ചു, ചിലർ മടങ്ങി വന്നു, ചിലർ യഥാസ്ഥാനപ്പെട്ടു. അപ്പൊ അങ്ങനെ ദൈവം എന്ത് ചെയ്തു? നഷ്ടപ്പെട്ട ശക്തി മടങ്ങി കൊടുത്തു. ആ നഷ്ടപ്പെട്ട ശക്തി മടക്കി കിട്ടിയപ്പോ അന്യായ ബന്ധനങ്ങൾ അഴിഞ്ഞു, നുകത്തിന്റെ അമിക്കയറുകൾ അഴിഞ്ഞു, പീഡിതർ സ്വതന്ത്രരായി, എല്ലാ നുകങ്ങളും തകർന്നു. ഒന്നും സാധിക്കാത്ത ഈ ദിവസം സംഭവിച്ച എന്നെ അത് മനസ്സിലായോ? നാളുകളായി ഇതിനെ ബന്ധിച്ചിരുന്ന, നിന്റെ കുടുംബത്തെ ബന്ധിച്ചിരുന്ന, നിന്റെ തലമുറയെ ബന്ധിച്ചിരുന്ന, നിന്റെ ശുശ്രൂഷയെ ബന്ധിച്ചിരുന്ന അന്യായ ബന്ധനങ്ങൾ ദൈവം അഴിച്ചോ. മുഖത്തിന്റെ കയറുകൾ ദൈവം അഴിച്ചോ. ഈ മാനസികമായി ശാരീരികമായി നിന്നെ പീഡിപ്പിച്ചുകൊണ്ടുള്ള പീഡയിൽ നിന്ന് സ്വന്തത്തിലേക്ക് അതെങ്ങനെ സംഭവിച്ചെന്നറിയണ്ടേ? 10:27 അഭിഷേകത്തിന്റെ പുഷ്ടി നിമിത്തം നുകങ്ങൾ തകർന്നു മാറും. ഈ പകൽ വരെ 9 ദിവസം ഇവിടെ പ്രാർത്ഥന നടന്നിട്ടും എന്റെ ജീവിതത്തിൽ ഒരു വിടുതലും സംഭവിച്ചില്ല. ഞാൻ ഇന്നും എന്റെ ശരീരത്തിൽ എവിടെയൊക്കെയോ എന്നെ വല്ലാതെ വലിഞ്ഞു മുറുക്കുന്നത് പോലെ, എന്റെ നന്മ പ്രാപിക്കാൻ കഴിയാതെ മാനസികമായി വല്ലാത്ത പീഡ, ശാരീരിക പീഡ, ഇന്ന് പകലെങ്കിലും എനിക്കൊരു വിടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഒരു നിമിഷം ഒന്ന് ദൈവത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നവർ എന്നെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. അവൻ ഇന്ന് പകൽ വിടുതൽ ഇവിടെ നടക്കാൻ പോവുകയാണ്. വചനത്തിന്റെ വിടുതൽ പത്തനാപുരത്തൊന്നും ഞാൻ വന്നത് കൊണ്ടല്ല. ഈ വചനം നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഈ പ്രാർത്ഥനയുടെ അവസാന നിമിഷത്തിൽ ചില അന്യായ ബന്ധനങ്ങളെ ദൈവം അഴിക്കാൻ പോകുക, ചില മുഖത്തിന്റെ അമിക്കയറുകളെ ദൈവം അഴിക്കാൻ പോകുക, ചില പീഡിതർ സ്വതന്ത്രരാകാൻ പോകുക, ചില മുഖങ്ങൾ ദൈവം ഉടച്ചു കളയാൻ പോകുന്നു. വിശ്വസിച്ചുകൊണ്ട് നമുക്കൊന്ന് പാടാം. പാടുക ഏകാഗ്രതയ്ക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാനുമാ. കണ്ണുകൾ അടച്ച് ഒന്ന് വിശ്വസിച്ചുകൊണ്ട് ആരോഗ്യത്തോടെ ബലത്തോടെ ദൈവം നമ്മത് ദൈവത്തിന് ചിലവിട്ടുകൊണ്ട് ഒന്ന് ആരാധിച്ച് നാം ബലപ്പെടാൻ പോവുക. ഒരുമിച്ച് കണ്ണുകളടയ്ക്കാം. കർത്താവേ, ഇന്ന് പകൽ എന്റെ തലമുറ ഇവിടെ ഇല്ലെങ്കിലും അവരുടെ ഭാവിയെ ബന്ധിച്ച, അവരുടെ കുടുംബജീവിതത്തെ ബന്ധിച്ച, ആരോഗ്യത്തെ ബന്ധിച്ച, ബുദ്ധിയുടെ മണ്ഡലങ്ങളെ ബന്ധിച്ച, എന്റെ സമ്പത്തിനെ ബന്ധിച്ച, എന്റെ ബിസിനസിനെ ബന്ധിച്ച, എന്റെ ജോലിയെ ബന്ധിച്ച, ശുശ്രൂഷയെ ബന്ധിച്ച അന്യായ ബന്ധനങ്ങൾ ഇന്ന് പകൽ ഹല്ലേലൂയ.